നമസ്കാരം, ഹൈറേഞ്ച് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. വണ്ടിപ്പെരിയാർ ചുരക്കുളത്ത് പീഡനത്തിനിരയായി കൊല്ലപ്പെട്ട 6 വയസ്സുകാരിക്ക് നീതി അകലെ. പ്രതിയെന്ന് പോലീസ് കണ്ടെത്തിയ യുവാവിനെ തെളിവുകളുടെ അഭാവത്തിൽ കട്ടപ്പന അതിവേഗ പോക്സോ കോടതി വെറുതെ വിട്ടിരുന്നു. കുടുംബം ഹൈക്കോടതിയിൽ അപ്പീൽ നൽകി 1 വർഷം പിന്നിടുമ്പോഴും പ്രോസിക്യൂട്ടറെ പോലും നിയമിക്കാൻ സർക്കാർ തയ്യാറാകുന്നില്ലെന്ന് കുടുംബം. തുടർച്ചയായി തൊടുപുഴ ജില്ലാ ആശുപത്രിയിലെ ലിഫ്റ്റ് തകരാറിലാകുന്നത് രോഗികളെ ദുരിതത്തിലാക്കുന്നു. ഇതുമൂലം പലപ്പോഴും രോഗികളെ കസേരയിലിരുത്തി മുകളിലെ നിലയിലേക്ക് ചുമന്നു കയറ്റേണ്ട സാഹചര്യം. സംഭവത്തിൽ പരാതിയും പ്രതിഷേധവും ശക്തമായതോടെ ലിഫ്റ്റിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തുന്നവരെ വിളിച്ചു വരുത്തി തകരാർ പരിഹരിച്ചു. മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ നിന്നും വെള്ളം പെരിയാറിലേക്ക് ഒഴുക്കുന്നത് തുടരുന്നു. സ്പിൽവേ ഷട്ടറിലൂടെ വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നുണ്ടെങ്കിലും ജലനിരപ്പ് 136 അടിക്ക് മുകളിൽ. മഴ കുറഞ്ഞതിനാൽ അടുത്ത ദിവസം ഷട്ടർ അടയ്ക്കാൻ സാധ്യത. മലയോര ഹൈവേയുടെ നിർമ്മാണത്തിന്റെ ഭാഗമായി എടുത്തിട്ട മണ്ണിടിഞ്ഞ് കൃഷി നശിച്ചു. കൃഷി നശിച്ചത് രാജാക്കാട് മുല്ലക്കാനത്തിന് സമീപം. കൂടുതൽ മണ്ണിടിച്ചിലിന് സാധ്യതയുള്ളതിനാൽ വീടുകളും അപകട ഭീഷണിയിൽ. വിശദമായ വാർത്തകൾ. വണ്ടിപ്പെരിയാർ ചുരക്കുളത്ത് പീഡനത്തിനിരയായി കൊല്ലപ്പെട്ട 6 വയസ്സുകാരിക്ക് നീതി അകലെ. പ്രതിയെന്ന് പോലീസ് കണ്ടെത്തിയ യുവാവിനെ തെളിവുകളുടെ അഭാവത്തിൽ കട്ടപ്പന അതിവേഗ പോക്സോ കോടതി വെറുതെ വിട്ടിരുന്നു. കുടുംബം ഹൈക്കോടതിയിൽ അപ്പീൽ നൽകി 1 വർഷം പിന്നിടുമ്പോഴും പ്രോസിക്യൂട്ടറെ പോലും നിയമിക്കാൻ സർക്കാർ തയ്യാറാകുന്നില്ലെന്ന് പെൺകുട്ടിയുടെ പിതാവ് പറഞ്ഞു. ചുരക്കുളത്തെ പെൺകുട്ടിയുടെ ഓർമ്മകൾക്ക് ഇന്ന് 4 വർഷം തികയുകയാണ്. നീറുന്ന ഓർമ്മയാണ് വണ്ടിപ്പെരിയാർ ചുരക്കുളത്തെ 6 വയസ്സുകാരി. ക്രൂരപീഡനത്തിനിരയായി കൊല്ലപ്പെട്ട് 4 വർഷം തികയുമ്പോഴും മകൾക്ക് നീതി കിട്ടാൻ കേഴുന്ന ഒരു അച്ഛനും അമ്മയുമാണ് വണ്ടിപ്പെരിയാറിലുള്ളത്. 2021 ജൂൺ 30-നാണ് ചുരക്കുളത്തെ എസ്റ്റേറ്റ് ലയത്തിനുള്ളിൽ 6 വയസ്സുകാരിയായ പെൺകുട്ടിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കൊലപാതകമെന്ന് സ്ഥിരീകരിച്ച പോലീസ് പെൺകുട്ടിയുടെ അയൽവാസിയായ യുവാവാണ് പ്രതിയെന്ന് കണ്ടെത്തിയിരുന്നു. തുടർന്ന് 2 വർഷം നീണ്ടുനിന്ന വിചാരണ. 2023 ഡിസംബർ 14-ന് തെളിവുകളുടെ അഭാവത്തെ തുടർന്ന് പ്രതിയെന്ന് കണ്ടെത്തിയ ആളെ കട്ടപ്പന അതിവേഗ പോക്സോ കോടതി വെറുതെ വിട്ടു. നീതി നിഷേധിക്കപ്പെട്ട പെൺകുട്ടിയുടെ കുടുംബം ഹൈക്കോടതിയിൽ അപ്പീൽ നൽകിയെങ്കിലും സർക്കാർ പ്രോസിക്യൂട്ടറെ നിയമിക്കാത്തതാണ് പ്രതിസന്ധി സൃഷ്ടിക്കുന്നതെന്ന് പിതാവ് പറയുന്നു. അതിനുശേഷം ഒരാഴ്ചക്കുള്ളിൽ തന്നെ, അതായത് വിധി പറയുന്ന ഡേറ്റ് 2023 ഡിസംബർ 14-ലാണ് പറയുന്നത്. അതിനുശേഷം 4 ദിവസത്തിനകം തന്നെ അന്നത്തെ പോലീസും പ്രോസിക്യൂട്ടറും കൂടി ചേർന്ന് ഹൈക്കോടതിയിൽ അപ്പീൽ തയ്യാറാക്കി കൊടുക്കുന്നു. അത് ഒരാഴ്ചക്കുള്ളിൽ തന്നെ അവിടെ സ്വീകരിക്കുന്നു. അതിനുശേഷം ഇപ്പോൾ 1.5 വർഷം പിന്നിട്ടു. 1.5 വർഷത്തിന് മുകളിലായി. എന്നിട്ടും നമ്മുടെ കേസിൽ ഒരു വായ്ദ പോലും ഇതുവരെ കോടതിക്ക് വന്നിട്ടില്ല. അപ്പീൽ കൊടുത്ത പോലെ അങ്ങനെ ഇരിക്കുകയാണ്. സർക്കാർ നിർദ്ദേശപ്രകാരം പെൺകുട്ടിയുടെ കുടുംബം 3 പ്രോസിക്യൂട്ടർമാരുടെ പേരുകളും സമർപ്പിച്ചിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ അടിയന്തര നടപടി സ്വീകരിക്കുമെന്ന ഉറപ്പ് നൽകിയതുമാണ്. പക്ഷേ അത് വാഗ്ദാനത്തിൽ മാത്രം ഒതുങ്ങിയതായും കുടുംബം പറഞ്ഞു. അപ്പോൾ അത് നേരിട്ട് നമ്മൾ മുഖ്യമന്ത്രി കാണുകയും ചെയ്തു. അതിനുവേണ്ടി നമ്മൾ രേഖാമൂലം കൊടുത്തു, സംസാരിക്കുകയും ചെയ്തു. അപ്പോൾ കണ്ടച്ച് വന്നതിന് ശേഷം 1 മാസത്തിനുള്ളിൽ തന്നെ പോലീസുകാർ നമുക്ക് ആവശ്യമുള്ള പ്രോസിക്യൂട്ടർ വച്ചു തരാം എന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് നമ്മുടെ 3 പേരുടെ പേര് പറയാൻ പറഞ്ഞു. അപ്പോൾ അതിനകത്ത് അവരുടെ ബയോഡാറ്റൊക്കെ വെച്ച് നമ്മൾ 3 പേരുടെ പേരും കൊടുത്തതാണ്. എന്നിട്ട് പോലും ഇതുവരെ അതിനകത്തും ഒരു തീരുമാനം പറഞ്ഞിട്ടില്ല. ഇന്ന ആളുകളെ വെക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി ഭാഗത്തിരുന്നൊന്നും വന്നിട്ടില്ല. അതിന് വേറെ ആളെ വയ്ക്കാം എന്നുള്ള കാര്യങ്ങളൊന്നും നമ്മളെ അറിയിച്ചിട്ടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് വേറെ ആളെ കൊടുക്കാമായിരുന്നു, അതും ചെയ്തിട്ടില്ല. ഇപ്പോൾ നമുക്ക് ഇത്രയും കാലങ്ങളായിട്ട് അവൻ ഇപ്പോൾ ഒരു കൊലയാളി നമ്മളെ കുഞ്ഞിനെ കൊന്ന് വെട്ടിത്തൂക്കിയവനെ ഒരുത്തൻ ഫ്രീ ആയിട്ട് നടക്കുന്നു. ഇങ്ങനെയൊക്കെ അവൻ്റെ സ്വന്തം കാര്യങ്ങൾ നടക്കുന്നു, സന്തോഷമായിട്ടിരിക്കുന്നു. അപ്പോൾ നമുക്ക് അതൊന്നും ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. അത് എത്രയും പെട്ടെന്ന് കേസ് കോടതിക്ക് വരണം, നമുക്ക് നീതി കിട്ടണമെന്നാണ് നമുക്ക് ഇതിനകത്ത് പറയാനുള്ളത്. പ്രതിയെന്ന് പോലീസ് കണ്ടെത്തിയ യുവാവിന്റെ CPM രാഷ്ട്രീയ സ്വാധീനം നേരത്തെ ചർച്ചയായിരുന്നു. നിലവിൽ പ്രോസിക്യൂഷനെ നിയമിക്കുന്നതിലെ നടപടികൾ വൈകുന്നതിലും രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടെന്നാണ് ആരോപണം. പോലീസ് കണ്ടെത്തിയ ആളല്ല യഥാർത്ഥ പ്രതിയെങ്കിൽ മറ്റാരെന്ന ചോദ്യവും അവശേഷിക്കുന്നു. ആ കുഞ്ഞിന് നീതി ലഭിക്കുക തന്നെ വേണം. ഇതിനായി അടിയന്തര ഇടപെടൽ നടത്തേണ്ട സർക്കാരിന്റെയും നീതി ഉറപ്പാക്കും എന്ന വാഗ്ദാനം ചെയ്ത മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും മൂടിക്കെട്ടിയ കണ്ണുകൾ ഇനി എന്ന് തുറക്കുമെന്ന ചോദ്യം മാത്രം ബാക്കിയാണ്. തുടർച്ചയായി തൊടുപുഴ ജില്ലാ ആശുപത്രിയിലെ ലിഫ്റ്റ് തകരാറിലാകുന്നത് രോഗികളെ ദുരിതത്തിലാക്കുന്നു. ഇതുമൂലം പലപ്പോഴും രോഗികളെ കസാരയിലിരുത്തി മുകളിലെ നിലകളിലേക്ക് ചുമന്ന് കയറ്റേണ്ട സാഹചര്യമാണുള്ളത്. സംഭവത്തിൽ പരാതിയും പ്രതിഷേധവും ശക്തമായതോടെ
ലിഫ്റ്റിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തുന്നവരെ വിളിച്ചുവരുത്തി തകരാർ പരിഹരിച്ചു. രാവിലെയാണ് ആശുപത്രിയിലെ ലിഫ്റ്റ് തകരാറിലായത്. പഴയ കെട്ടിടത്തിലെ ലിഫ്റ്റ് തകരാറിലായതോടെ രോഗികളും കൂടെ എത്തിയവരും ബുദ്ധിമുട്ടിലായി. ഡയാലിസിസ് ചെയ്യേണ്ട രോഗികളും ബന്ധുക്കളുമാണ് ഏറെ ദുരിതമനുഭവിച്ചത്. വൃക്ക രോഗികൾക്കുള്ള OPയുടെ പ്രവർത്തനം ഗ്രൗണ്ട് ഫ്ലോറിലാണ്. ഇവിടെ പഞ്ച് ചെയ്ത ശേഷം 5ാം നിലയിലെത്തി വേണം ഡയാലിസിസിന് വിധേയമാകാൻ. പ്രായാധിക്യവും ശാരീരിക ബുദ്ധിമുട്ടുമുള്ള പലർക്കും നട കയറി 5ാം നിലയിൽ എത്താനാകുമായിരുന്നില്ല. ഇതേ തുടർന്ന് പലരെയും ബന്ധുക്കളും ഒപ്പം വന്നവരും കസേരയിലിരുത്തി 5ാം നിലയിലേക്ക് ചുമന്നു കയറ്റുകയാണ് ചെയ്തത്. ഡയാലിസിസ് കഴിഞ്ഞ് തിരികെ ഇതേ രീതിയിൽ താഴെ ഇറക്കുകയും ചെയ്തു. ഓങ്കോളജി OPയും ഇതേ രീതിയിൽ ഗ്രൗണ്ട് ഫ്ലോറിലാണ് പ്രവർത്തിക്കുന്നത്. ഇത് ക്യാൻസർ രോഗികൾക്കും വലിയ ബുദ്ധിമുട്ട് സൃഷ്ടിച്ചു. ലിഫ്റ്റ് തകരാറിലായി രോഗികൾ ദുരിതത്തിലായ സംഭവത്തിൽ പരാതിയും പ്രതിഷേധവും ശക്തമായതോടെ ലിഫ്റ്റിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തുന്നവരെ വിളിച്ചുവരുത്തി ഉച്ചയ്ക്ക് ശേഷം തകരാർ പരിഹരിക്കുകയായിരുന്നു. സെൻസറുമായി ബന്ധപ്പെട്ട തകരാർ മൂലമാണ് ലിഫ്റ്റിന്റെ പ്രവർത്തനം നിലച്ചതെന്നാണ് വിവരം. ആളുകൾ ഉള്ളിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് ലിഫ്റ്റ് തകരാറിലായതിനാൽ ആരും ലിഫ്റ്റിൽ കുടുങ്ങാതെ രക്ഷപ്പെട്ടു. 2 ആഴ്ച മുമ്പ് ആശുപത്രിയിലെ പുതിയ കെട്ടിടത്തിലെയും ലിഫ്റ്റ് തകരാറിലായിരുന്നു. മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ നിന്നും വെള്ളം പെരിയാറിലേക്ക് ഒഴുക്കുന്നത് തുടരുന്നു. സ്പിൽവേ ഷട്ടറിലൂടെ വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നുണ്ടെങ്കിലും ജലനിരപ്പ് 136 അടിക്ക് മുകളിൽ തുടരുകയാണ്. മഴ കുറഞ്ഞതിനാൽ അടുത്ത ദിവസം ഷട്ടർ അടയ്ക്കാനാണ് സാധ്യത. ജലനിരപ്പ് 136 അടിക്ക് മുകളിലെത്തിയതോടെയാണ് ഞായറാഴ്ച മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സ്പിൽവേയിലെ ഷട്ടറുകൾ തുറന്നത്. 13 സ്പിൽവേ ഷട്ടറുകൾ 10 സെന്റിമീറ്റർ വീതമാണ് ആദ്യം ഉയർത്തിയത്. ഞായറാഴ്ച വൈകുന്നേരത്തോടെ ഷട്ടറുകൾ 30 സെന്റിമീറ്റർ വീതം ഉയർത്തി. നിലവിൽ നീരൊഴുക്കിന്റെ ശക്തി കുറവായതിനാൽ സെക്കൻഡിൽ പരമാവധി 250 ഘനയടി വെള്ളമേ പുറത്തേക്ക് ഒഴുക്കുന്നുള്ളൂ. സെക്കൻഡിൽ 3000 ഘനയടി വെള്ളം ഡാമിലേക്ക് ഒഴുകിയെത്തുന്നുണ്ട്. ഇതിൽ 2100 ഘനയടി വെള്ളവും തമിഴ്നാട് കൊണ്ടുപോകുന്നു. അതേസമയം ജലനിരപ്പ് ഉയരാത്തതിനാൽ പെരിയാർ തീരത്തു നിന്നും ആരെയും മാറ്റിപ്പാർപ്പിച്ചിട്ടില്ല. നിലവിലെ റൂൾ കർവ് പ്രകാരം ഇന്ന് വരെ പരമാവധി സംഭരണശേഷി 136 അടിയാണ്. ജൂലൈ 1 മുതൽ റൂൾ കർവ് മാറും. 136.3 അടിയായിരിക്കും നാളെ മുതൽ സംഭരിക്കാൻ ആകുന്നത്. 363.10 ഘനയടി വെള്ളമാണ് സ്പിൽവേയിലൂടെ പെരിയാറിലേക്ക് ഒഴുക്കുന്നത്. സെക്കൻഡിൽ 2480 ഘനയടി വെള്ളം അണക്കെട്ടിലേക്ക് ഒഴുകിയെത്തുന്നുണ്ട്. തമിഴ്നാട് ടണൽ മാർഗം 2117 ഘനയടി വെള്ളം കൊണ്ടുപോകുന്നു. നിലവിൽ 136.40 അടി വെള്ളമാണ് അണക്കെട്ടിൽ ഉള്ളത്. കഴിഞ്ഞ ദിവസങ്ങളേക്കാൾ നീരൊഴുക്കും കുറഞ്ഞു. വൃഷ്ടിപ്രദേശങ്ങളിൽ മഴയും കുറവുണ്ട്. ഇക്കാരണത്താൽ റൂൾ കർവ് പ്രകാരമുള്ള അളവിലേക്ക് ജലനിരപ്പ് താഴ്ന്ന മുറയ്ക്ക് ഷട്ടറുകൾ അടയ്ക്കാനാണ് സാധ്യത. മലയോര ഹൈവേയുടെ നിർമ്മാണത്തിന്റെ ഭാഗമായി എടുത്തിട്ട മണ്ണിടിഞ്ഞ് കൃഷി നശിച്ചു. രാജാക്കാട് മുല്ലക്കാനത്തിന് സമീപമാണ് കൃഷി നശിച്ചത്. കൂടുതൽ മണ്ണിടിച്ചിലിന് സാധ്യതയുള്ളതിനാൽ വീടുകളും അപകട ഭീഷണിയിലാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത മഴയെ തുടർന്നാണ് മുല്ലക്കാനത്തിന് സമീപം മണ്ണിടിഞ്ഞത്. ഉരുൾപൊട്ടലിന് സമാനമായ രീതിയിലാണ് മണ്ണൊലിച്ചു പോയത്. ഇതോടെ മേഖലയിലെ കൃഷി നശിച്ചു. പ്രദേശത്തെ 4 വീടുകളും അപകട ഭീഷണിയിലാണെന്ന് നാട്ടുകാർ പറയുന്നു. ഈ മണ്ണ് ഇവിടെ ഇട്ട സമയത്ത് തന്നെ ഞങ്ങൾ പരാതിയായിട്ട് പറഞ്ഞതാണ്. അപ്പോൾ ഇത് മണ്ണ് തിരിച്ചു കോരി മാറ്റും, അല്ലെങ്കിൽ യാതൊരു പ്രശ്നമില്ലാത്ത രീതിയിലും മണ്ണ് നിരത്തി തന്നോളാം എന്നുള്ള വാക്ക് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് അന്ന് ഞങ്ങൾ പരാതിക്ക് പോകായിരുന്നത്. പക്ഷേ ഇവർ പണി തീർത്ത് പോവുകയും ഒരു സംഭവം ചെയ്യാതെ മാറുകയാണ് ഉണ്ടായത്. അതിൻ്റെ ഫലമായിട്ട് ഇപ്പോൾ മഴ പെയ്തപ്പോൾ ഈ 10,000 ലോഡ് മണ്ണ് മൊത്തം ഒരു ആർട്ടിഫിഷ്യൽ മല തന്നെ ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ ഒരു ചെറിയൊരു മൂല ഇടിഞ്ഞപ്പോൾ തന്നെ ഞങ്ങളുടെ ഒത്തിരി കൃഷിയിടവും അതോടൊപ്പം തന്നെ ഞങ്ങൾ താഴെ താമസിക്കുന്ന ഞങ്ങളുടെ വീടിനും വൻ ഭീഷണിയായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പോൾ ചെറിയ ഒരു ഇടിച്ചിലിന് തന്നെ ഞങ്ങളുടെ ഒത്തിരി കൃഷിയിടങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇനിയുള്ള ഒരു ഇടിയാൻ സാധ്യതയായിട്ട് ഇപ്പോൾ ഇത് വിള്ളലെല്ലാം കാണാമല്ലോ. അപ്പോൾ ഈ അടുത്ത മഴയ്ക്ക് 100% ഇത് ഇടിഞ്ഞു പോരും. ഇടിഞ്ഞു പോന്നാൽ 2 വീട് പൂർണ്ണമായും അവിടെ താമസിക്കുന്ന ആളുകളും കാണിയാൽ. 2021 റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി പ്രദേശവാസിയായ ചെറുതാനിക്കൽ ബിബിന്റെ ഭൂമിയിൽ മണ്ണ് നിക്ഷേപിച്ചത്. റോഡ് നിർമ്മാണം പൂർത്തിയാകുന്നതോടെ മണ്ണ് നീക്കം ചെയ്തു നൽകാമെന്നതായിരുന്നു ഉറപ്പ്. എന്നാൽ പിന്നീട് കമ്പനി മണ്ണ് നീക്കം ചെയ്യാൻ തയ്യാറാകാതെ വന്നതോടെ അപകട സാധ്യത ചൂണ്ടിക്കാട്ടി പരാതി നൽകിയിരുന്നതായി സ്ഥലം ഉടമ ബിബിൻ പറയുന്നു. ഈ താഴത്തെ വീടുകളുടെയും താഴത്തെ കുടിവെള്ള പദ്ധതിയുടെയും മുകളിലേക്ക് ഈ മണ്ണിടിഞ്ഞു പോകാൻ സാധ്യതയുണ്ടെന്നും അതിനാൽ ഈ സ്ഥലത്തേക്ക് താഴേക്ക് ഇറങ്ങാനുള്ള വഴി ഉൾപ്പെടെ ക്രമീകരിച്ചുകൊണ്ട് ഇത് കോരി മാറ്റുകയോ ഇല്ലെങ്കിൽ നികത്തി തരണമെന്നോ നമ്മൾ ആവശ്യപ്പെട്ട് പരാതി കൊടുത്തിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ജനപ്രതിനിധികളും മറ്റും ബന്ധപ്പെടുകയും 3 മാസം മുമ്പ് ഒരു JCB വന്ന് ഈ റോഡിനേക്കാൾ 20 അടി ഹൈറ്റിൽ നിന്ന് മണ്ണ് അശാസ്ത്രീയമായി തട്ടി നികത്തുകയാണ് ചെയ്തത്. അത് നികത്തിയിട്ട് അവർ പോയി അന്ന് ആ JCBക്കാരോട് നമ്മൾ പറയുകയും ചെയ്തിരുന്നു ഇതിനകത്തെ പോരായിക ഇങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന്. പക്ഷേ ഇത് നമ്മൾ
പ്രതീക്ഷിക്കുന്നതിലും നേരത്തെ തന്നെ ഈ മണ്ണ് ഇത്ര അപ്രതീക്ഷിതമായ മഴ വരികയും ഈ മണ്ണ് കുതിർന്ന് ഇപ്പോൾ ഈ മണ്ണിൻ്റെ മധ്യഭാഗത്തു നിന്ന് പൊട്ടി താഴേക്ക് പോവുകയും ചെയ്തിട്ടുണ്ട്. അത് വലിയൊരു ആശങ്കയ്ക്ക് കാരണമാണ്. നിലവിൽ നമ്മൾ വില്ലേജിലും പഞ്ചായത്തിലും പരാതിപ്പെടുകയും താഴെയുള്ള നമ്മുടെ അയൽവാസികളും പരാതിപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ വില്ലേജ് ഓഫീസറും പഞ്ചായത്ത് പ്രസിഡന്റും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ ഇടപെടുകയും ഇതിന് ശാശ്വതമായ പരിഹാരം എന്ന നിലയിൽ ഒന്നുമല്ലെങ്കിൽ ഈ മണ്ണ് കോരി മാറ്റുകയോ ഇല്ലെങ്കിൽ താഴെയുള്ളവർക്ക് മറ്റു ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാത്ത രീതിയിൽ ഈ മണ്ണ് നികത്തുകയോ ചെയ്യുന്നതിനുള്ള നടപടി സ്വീകരിക്കണമെന്നുള്ള നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. മണ്ണിടിച്ചിലുണ്ടായതോടെ ബിബിന്റെ ഒരേക്കറിലധികം ഭൂമി നശിച്ചു. വീണ്ടും മണ്ണിടിച്ചിൽ സാധ്യത ഉള്ളതിനാൽ വലിയ ആശങ്കയിലാണ് നാട്ടുകാർ. പൊതുസ്ഥാപനങ്ങളുടെ മികച്ച പ്രവർത്തനത്തിന് ജനങ്ങളുടെയും ജനപ്രതിനിധികളുടെയും കൂട്ടായ ശ്രമവും സഹകരണവും ആവശ്യമാണെന്ന് എം എം മണി MLA. രാജകുമാരി കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ പുതിയ ബ്ലോക്കിന്റെയും വിവിധ പദ്ധതികളുടെയും ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആരോഗ്യരംഗത്ത് വളരെ പിന്നോക്കം നിൽക്കുന്ന പ്രദേശമാണ് രാജകുമാരി. ഈ പ്രദേശത്തെ സാധാരണക്കാർക്ക് പ്രാഥമിക ശുശ്രൂഷ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് വിവിധ ഘട്ടങ്ങളിൽ ജനപ്രതിനിധികൾ ആരോഗ്യ കേന്ദ്രത്തിന്റെ വികസനത്തിന് പ്രത്യേക പരിഗണന നൽകിയ തുക അനുവദിച്ചതെന്ന് MLA പറഞ്ഞു. സ്ഥാപനം നല്ല നിലയിൽ കൊണ്ടുപോകേണ്ടത് നാടിന്റെ ആവശ്യമാണ്. നല്ല നിലയിലുള്ള പ്രവർത്തനത്തിന് ജനങ്ങളുടെയും ജനപ്രതിനിധികളുടെയും കൂട്ടായ ശ്രമം ആവശ്യമാണെന്നും എം എം മണി പറഞ്ഞു. ഈ പ്രദേശത്ത് പ്രവർത്തിക്കുന്ന ഈ സ്ഥാപനം നല്ല നിലയിൽ പോകുന്നതിന് ഈ പ്രദേശ നിവാസികൾ ഒത്തൊരുമിച്ച് ശ്രമിച്ചാലേ കഴിയുള്ളൂ. അല്ലാതെ ഗവൺമെൻറ് തലത്തിൽ ആളുകൾ വന്നെല്ലാം നന്നാക്കി കളയും എന്ന ധാരണയൊന്നും വേണ്ട. അവരുടെ സഹായം ചെയ്യാമെന്ന് ചെയ്യിക്കാം, അത് വേറെ. ഇപ്പോൾ ഞാനിപ്പോഴും MLA ആണ്. MLA ഇനി ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്തോളൂ എന്നോർത്തൊന്നും നിങ്ങൾ ഇരുന്നിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം നിങ്ങൾ ചെയ്യണം. ഈ സ്ഥാപനം നല്ല നിലയിൽ പോകും എന്ന് ഉറപ്പുണ്ടാക്കണം എന്നാണ് എൻ്റെ വിനീതമായ അഭ്യർത്ഥന. പുതിയ ബ്ലോക്ക്, ഹോസ്പിറ്റൽ, കഫേ, ടോയ്ലറ്റ് സമുച്ചയം, ആശുപത്രിയിലെത്തുന്ന രോഗികൾക്ക് ആശുപത്രിയോട് ചേർന്ന ബസ് കാത്തിരിപ്പ് കേന്ദ്രം, ഹൈമാസ്റ്റ് ലൈറ്റ് എന്നിവ ഉൾപ്പെടെ 1.16 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് നടപ്പാക്കിയത്. 3300 ചതുരശ്ര അടി വിസ്തീർണത്തിൽ നിർമ്മിച്ച പുതിയ ബ്ലോക്കിന്റെ നിർമ്മാണ ചെലവ് 70 ലക്ഷം രൂപയാണ്. ജില്ലാ പഞ്ചായത്ത് ഫണ്ട് വിനിയോഗിച്ച് നിർമ്മിച്ച ടോയ്ലറ്റ് സമുച്ചയത്തിന് 21 ലക്ഷം രൂപയാണ് ചെലവ്. രാജകുമാരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുമ ബിജു പരിപാടിയിൽ അധ്യക്ഷയായിരുന്നു. കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ലിൻഡ സാറ കുര്യൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അജീഷ് മുകളേൽ, ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ, വിവിധ സംഘടനാ ഭാരവാഹികൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ ജൂലൈ 9 ദേശീയ പണിമുടക്കിന് മുന്നോടിയായുള്ള മധ്യമേഖലാ വാഹന പ്രചരണ ജാഥയ്ക്ക് കട്ടപ്പനയിൽ സ്വീകരണം നൽകി. സമ്മേളന നഗരിയിലേക്ക് എത്തിയ ജാഥ ക്യാപ്റ്റനെയും ജാഥ അംഗങ്ങളെയും സംയുക്ത ട്രേഡ് യൂണിയൻ നേതാക്കൾ ചേർന്ന് സ്വീകരിച്ചു. ലേബർ കോഡുകൾ ഉപേക്ഷിക്കുക, പ്രതിമാസ മിനിമം വേതനം 26,000 രൂപയാക്കുക, കരാർ തൊഴിലാളികൾക്ക് ജോലിക്ക് തുല്യമായ വേതനം നൽകുക, EPF പെൻഷൻ മിനിമം 9,000 രൂപയാക്കുക, സാമൂഹിക സുരക്ഷ, ചികിത്സാ സഹായം, സ്ഥിരം വരുമാനം, പെൻഷൻ എന്നിവ ഉറപ്പുവരുത്തുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പണിമുടക്ക് നടത്തുന്നത്. സമ്മേളന നഗരിയിലേക്കെത്തിയ ജാഥ ക്യാപ്റ്റനെയും ജാഥ അംഗങ്ങളെയും സംയുക്ത ട്രേഡ് യൂണിയൻ നേതാക്കൾ ചേർന്ന് സ്വീകരിച്ചു. തുടർന്ന് നടന്ന യോഗത്തിൽ സ്വീകരണ കമ്മിറ്റി പ്രസിഡന്റ് VR ശശി അധ്യക്ഷനായിരുന്നു. ജാഥ ക്യാപ്റ്റൻ CP മുരളി മറുപടി പ്രസംഗം നടത്തി. അനുഭവം വളരെ ആവേശകരമാണ്. ജൂലൈ 9 പണിമുടക്കം വമ്പിച്ച വിജയമാക്കാൻ തൊഴിലാളികൾ ഒരുങ്ങി എന്നതാണ് ഞങ്ങൾക്ക് അനുഭവപ്പെട്ടത്. ഈ ജാഥയോടൊപ്പം സഞ്ചരിക്കുകയും ഇവിടെയും കുറേയേറെ AIUCയുടെയും CITUവിൻ്റെയും INLCയുടെയും എല്ലാം പ്രമുഖ നേതാക്കൾ, വ്യക്തിത്വങ്ങൾ പങ്കെടുക്കുന്നുണ്ട്. നേതാക്കളായ VR സജി, ജാഥ വൈസ് ക്യാപ്റ്റൻ M ഹംസ, മാനേജർ TB മിനി, ജോസ് ഫിലിപ്പ്, KS മോഹനൻ, CK കൃഷ്ണൻകുട്ടി, CS രാജേന്ദ്രൻ, TS ബിസി തുടങ്ങിയവർ സംസാരിച്ചു. കന്നുകാലികളിൽ ഉണ്ടാകുന്ന HS രോഗം ഒരു കുടുംബത്തിന്റെ വരുമാനമാർഗം പെട്ടെന്നില്ലാതാക്കിയതോടെ പകച്ചു നിൽക്കുകയാണ് ക്ഷീരകർഷകനും മാങ്കുളം സ്വദേശിയുമായ നെല്ലിക്കശ്ശേരി ബാബുരാജ്. ബാബുരാജിന്റെ 3 പശുക്കളാണ് തുടർച്ചയായ ദിവസങ്ങളിൽ HS രോഗബാധയേറ്റ് ചത്തത്. ഉണ്ടായ വലിയ നഷ്ടത്തിനൊപ്പം ഏറെ സ്നേഹിച്ചു പരിപാലിച്ചു വന്നിരുന്ന മിണ്ടാപ്രാണികളുടെ നഷ്ടം ബാബുരാജിനും കുടുംബത്തിനും വലിയ മനോവിഷമം കൂടിയാണ് നൽകുന്നത്. ക്ഷീരമേഖലയിൽ നിന്നും വരുമാനം കണ്ടെത്തി കുടുംബം മുമ്പോട്ട് കൊണ്ടുപോയിരുന്ന ആളാണ് ബാബുരാജ്. 4 വലിയ പശുക്കൾ ബാബുരാജിനുണ്ടായിരുന്നു. 35 ലിറ്ററോളം പാൽ ഉൽപ്പാദിപ്പിക്കുകയും 1700 രൂപയ്ക്കടുത്ത് ദിവസേന വരുമാനം കണ്ടെത്തുകയും ചെയ്തിരുന്നയാളാണ് ഈ ക്ഷീരകർഷകൻ. എന്നാൽ കന്നുകാലികളിൽ ഉണ്ടാകുന്ന HS രോഗം ബാബുരാജിന്റെ വരുമാനം വഴി മുട്ടിച്ചു. HS രോഗബാധയേറ്റ് കറവയുണ്ടായിരുന്ന 2 പശുക്കളും ഗർഭിണിയായിരുന്ന 1 പശുവും അടുത്തടുത്ത ദിവസങ്ങളിൽ ചത്തു. കഴിഞ്ഞ 10-ാം തീയതി 12-ാം തീയതി
16-ാം തീയതി എൻ്റെ 3 പശുക്കൾ മരിച്ചു പോയി. അതിൽ 2 കറവ പശുവും ഒരു കുത്തിവെപ്പിച്ച കിടാവുമാണ് മരിച്ചത്. ഇത് മഴക്കാലത്തുണ്ടാകുന്ന ഒരു വൈറസ് രോഗമാണ്. ഇതിന് പ്രതിരോധ വാക്സിൻ ഉണ്ട്. അത് നമുക്ക് ഇത് അറിയാൻ മേലായിരുന്നു. അതുകൊണ്ട് ഇത് വാക്സിൻ നമ്മൾ എടുത്തിട്ടുമില്ല. പിന്നെ നമ്മുടെ ആശുപത്രിയിൽ ഡോക്ടർ നിലവിൽ വന്ന് നേരത്തെ ഉണ്ടായിരുന്ന ഡോക്ടർ പോയി, പുതിയ ഡോക്ടർ വന്നു. പുള്ളിക്കാരത്തി ഒരാഴ്ച ഇവിടെ ജോയിൻ ചെയ്തിട്ട് ലീവ് എടുത്ത് പുള്ളിക്കാരത്തി പോവുകയും ചെയ്തു. ഡോക്ടർ ഇല്ല. പിന്നെ മൂന്നാറിൽ നിന്ന് മൊബൈൽ യൂണിറ്റും ഒക്കെ വന്നാണ് അവർ നോക്കി ചികിത്സിച്ചത്. എന്നിട്ടും 3 പശുക്കളും മരിച്ചു പോയി. രോഗബാധയേറ്റ് പശുക്കൾ ചത്തതിലൂടെ 2 ലക്ഷത്തോളം രൂപ ഈ ക്ഷീരകർഷകന് നഷ്ടം സംഭവിച്ചു. പശുക്കൾ അസുഖബാധിതരായതോടെ ചികിത്സയ്ക്കായും പശുക്കൾ ചത്തതോടെ മറവ് ചെയ്യാനുമൊക്കെയായി 1/2 ലക്ഷത്തോളം രൂപയും ചിലവഴിച്ചു. ഇൻഷുറൻസ് പരിരക്ഷയിലൂടെ നഷ്ടത്തിന്റെ ആഘാതം കുറയ്ക്കാമെന്ന പ്രതീക്ഷ ബാബുരാജ് പങ്കുവച്ചു. ഉണ്ടായ നഷ്ടത്തിനൊപ്പം ഏറെ സ്നേഹിച്ച് പരിപാലിച്ചു വന്നിരുന്ന മിണ്ടാപ്രാണികളുടെ നഷ്ടം ബാബുരാജിനും കുടുംബത്തിനും വലിയ മനോവിഷമം കൂടിയാണ് നൽകുന്നത്. HS രോഗബാധയെപ്പറ്റി അറിവില്ലാത്ത ക്ഷീരകർഷകർ ഈ രോഗത്തെ പ്രതിരോധിക്കാൻ കന്നുകാലികൾക്ക് വാക്സിൻ ലഭ്യമാക്കി നൽകണമെന്ന തന്റെ അനുഭവത്തിൽ നിന്നും ബാബുരാജ് പറയുന്നു. ഇനി ആർക്കെങ്കിലും ഇങ്ങനെ വരാതിരിക്കാനും സർക്കാർ ഈ വാക്സിൻ എല്ലാവർക്കും കൊടുക്കാനും വാക്സിൻ കിട്ടും. നമ്മൾ നിൽക്കുന്ന പശുവിൻ്റെ വാക്സിൻ നമ്മൾ തൊടുപുഴ പോയി കൊണ്ടുവന്ന് ചെയ്തതാണ്. അതുകൊണ്ട് വാക്സിൻ ഉണ്ട്. അതുകൊണ്ട് മറ്റുള്ളവർക്ക് ഇത് ഉണ്ടാകാതിരിക്കാനുള്ള ശ്രദ്ധ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്ന് നമ്മൾ താഴ്മയായി അപേക്ഷിക്കുന്നു. ബാബുരാജിന്റെ കാലിത്തൊഴുത്തിൽ ഇനി അവശേഷിക്കുന്നത് ഒരു പശുവും 2 കിടാക്കളും മാത്രമാണ്. ഇവയ്ക്കും രോഗം വരാതിരിക്കാൻ തൊടുപുഴയിൽ നിന്നും വാക്സിൻ എത്തിച്ച് പ്രതിരോധ കുത്തിവയ്പ് നൽകിയിട്ടുണ്ട്. പശുക്കളിലെ HS രോഗബാധ ആദ്യസമയം ബാബുരാജ് തിരിച്ചറിഞ്ഞിരുന്നില്ല. പിന്നീട് മൃഗസംരക്ഷണ വകുപ്പിന്റെ സഹായത്തോടെയാണ് രോഗബാധ തിരിച്ചറിഞ്ഞത്. ക്ഷീരമേഖലയിൽ തുടരുന്ന കർഷകരുടെ എണ്ണം ചുരുങ്ങി വരുന്ന സമയത്താണ് ഈ മേഖലയിൽ അതിജീവനം നടത്തിയിരുന്ന ബാബുരാജിന് പശുക്കളിലെ HS രോഗബാധ വിനയായത്. മാങ്കുളം ഗ്രാമപഞ്ചായത്തിലെ മാങ്ങാപ്പാറക്കുടി നിവാസികളുടെ വാഹനയാത്ര നിലച്ചു. കുടിയിലേക്കുള്ള യാത്രാമധ്യേയുള്ള പുഴയ്ക്ക് കുറുകെ പാലം നിർമ്മിക്കണമെന്ന ആവശ്യം ഇനിയും യാഥാർത്ഥ്യമാക്കാത്തതാണ് മഴയത്ത് ഇവരുടെ വാഹനയാത്ര നിലയ്ക്കാൻ കാരണം. വാഹനമെത്താതായതോടെ കുടിയിൽ നിന്നും കുട്ടികളുടെ സ്കൂളിലേക്കുള്ള യാത്രയും പ്രതിസന്ധിയിലാണ്. അരി ഉൾപ്പെടെ വീട്ടുസാധനങ്ങൾ തലച്ചുമടായി വേണം ഇവർ വീടുകളിൽ എത്തിക്കാൻ. നിരവധി കുടുംബങ്ങൾ താമസിക്കുന്ന മാങ്കുളം ഗ്രാമപഞ്ചായത്തിലെ ആദിവാസി ഇടങ്ങളിൽ ഒന്നാണ് മാങ്ങാപ്പാറക്കുടി. കുടിയിലേക്ക് വാഹനങ്ങൾ എത്തണമെങ്കിൽ ഒരു പുഴ മുറിച്ചു കടക്കേണ്ടതായുണ്ട്. മഴക്കാലമായതോടെ ഒഴുക്ക് വർദ്ധിച്ച പുഴ ഇറങ്ങിക്കടന്നുള്ള യാത്ര സാധ്യമല്ലാതായി തീർന്നു. ഇതോടെ കുടിയിലേക്കുള്ള വാഹന ഗതാഗതം നിലച്ചതായി നാട്ടുകാർ പറഞ്ഞു. മഴക്കാലത്ത് ഞങ്ങൾക്ക് പാലം ഉണ്ടെങ്കിൽ മാത്രമേ എല്ലാ കാര്യവും നടത്താൻ പറ്റുള്ളൂ. ഇപ്പം ഞങ്ങൾ കാരണന്മാർക്ക് എന്തെങ്കിലുമൊക്കെ പറ്റിക്കഴിഞ്ഞാൽ ഈ മഴക്കാലത്ത് അത് ഞങ്ങൾ ബാക്കിയുള്ള ആളുകൾ കെട്ടിച്ച് നോക്കുകയാണ്. അതാണ് അതിൻ്റെ ഈ വിദ്യാസങ്ങൾ വരുന്നത്. മാങ്ങപ്പാറയ്ക്ക് വണ്ടിക്ക് കയറി പോകത്തില്ല, ഈ വെള്ളം കുറയാണ്ട് ഇങ്ങോട്ടും കയറി പോകും. വെള്ളം കുറച്ചാൽ തന്നെ ചപ്പാത്ത നമുക്ക് നന്നായി എടുത്തിട്ട് ശേഷം വണ്ടി കയറുള്ളൂ. അങ്ങനെയാണ് ഇപ്പോൾ ഞങ്ങളുടെ നിലപാട്. പാലം നിർമ്മിക്കണമെന്നാവശ്യമുയരുന്ന പുഴയ്ക്ക് കുറുകെ കാൽനട യാത്ര മാത്രം സാധ്യമാകുന്ന ഒരു നടപ്പാലമുണ്ട്. ഇതിലൂടെയാണ് ഇപ്പോൾ മാങ്ങാപ്പാറ കുടിനിവാസികൾ പുറം ലോകത്തേക്ക് എത്തുന്നത്. പുഴ കടന്ന് കുടിയിലേക്ക് വാഹനങ്ങൾ എത്താതായതോടെ വലിയ പ്രതിസന്ധി കുടുംബങ്ങൾ നേരിടുന്നുണ്ട്. അരി ഉൾപ്പെടെ വീട്ടുസാധനങ്ങൾ തലച്ചുമടായി വേണം ഇവർ വീടുകളിൽ എത്തിക്കാൻ. ഏതെങ്കിലും സാഹചര്യത്തിൽ ആരെങ്കിലും രോഗാവസ്ഥ മൂലം അവശരായാൽ വാഹനം എത്തുന്നിടത്തേക്ക് രോഗിയെ എത്തിക്കണമെങ്കിൽ ചുമക്കേണ്ടതായി വരും. വാഹനം എത്താതായതോടെ കുടിയിൽ നിന്നും കുട്ടികളുടെ സ്കൂളിലേക്കുള്ള യാത്രയും പ്രതിസന്ധിയിലായതായും നാട്ടുകാർ പറയുന്നു. ഞങ്ങൾക്ക് ഈ വെള്ളം കാരണം കൂടുതൽ ഒരു പിള്ളേർ പോലും ഇപ്പോൾ പഠിക്കാൻ വരുന്നില്ല. പറയുന്നത് കുടിയിലുള്ള പിള്ളേരും മൊത്തം നിൽക്കുക. പിന്നെ ബാക്കിയുള്ളവരൊക്കെ പുറത്ത് വന്ന് പഠിപ്പിക്കുന്നുണ്ട്. കുഞ്ഞു പിള്ളേർ മൊത്തം കുടിയിൽ തന്നെ. ഈ പാലത്തിൻ്റെ ഒറ്റ കാര്യമാണ്. വേനൽക്കാലത്ത് വാഹനങ്ങളും ആളുകളുമൊക്കെ പുഴയിലൂടെ അക്കരെ ഇക്കരെ സഞ്ചരിക്കുമെങ്കിലും മഴക്കാലത്ത് ഈ പുഴ ഭയാനകമായ രീതിയിൽ ഒഴുക്ക് കൈവരിക്കും. കുടിയിൽ നിന്നും ആനക്കുളത്തെത്തിയാണ് കുടിനിവാസികളുടെ പുറം ലോകത്തേക്കുള്ള യാത്ര. ആനക്കുളത്ത് നിന്നും പരിമിതമായ യാത്രാ സൗകര്യമേ മാങ്ങാപ്പാറയിലേക്കുള്ളൂ. പുഴയ്ക്ക് കുറുകെ പാലമില്ലാത്തതിന്റെ ദുരിതം കാലാകാലങ്ങളായി ആദിവാസി കുടുംബങ്ങൾ അനുഭവിക്കുന്നുണ്ട്. മഴക്കാലത്തെ തങ്ങളുടെ യാത്രാക്ലേശത്തിന് പരിഹാരം കാണാൻ പുഴയ്ക്ക് കുറുകെ വാഹനം കയറും വിധം ഒരു പാലം നിർമ്മിക്കണമെന്ന ആവശ്യം കുടിനിവാസികൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു. കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും വിധവയായ വീട്ടമ്മയുടെ വീടിന്റെ മേൽക്കൂര തകർന്നു. കഞ്ഞിക്കുഴി പഞ്ചായത്ത് 12-ാം വാർഡിൽ
തള്ളക്കാനം വലിയപറമ്പിൽ സാലിയുടെ വീടിന്റെ മേൽക്കൂരയാണ് തകർന്നത്. കഴിഞ്ഞ ദിവസം രാത്രിയിലുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലുമാണ് വിധവയായ വീട്ടമ്മയുടെ വീടിന്റെ മേൽക്കൂര തകർന്നത്. കഞ്ഞിക്കുഴി തള്ളക്കാനം വലിയപറമ്പിൽ സാലിയുടെ വീടിന്റെ മേൽക്കൂരയാണ് പൂർണ്ണമായും തകർന്നത്. വീടിന്റെ മേൽക്കൂര തകർന്നതോടെ വീട്ടുപകരണങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ പ്രദേശത്ത് ഭയങ്കര കാറ്റും മഴയുമായിരുന്നു. ഇന്നലെ ഉണ്ടായ കാറ്റിലും മഴയിലും എൻ്റെ വീടിൻ്റെ മേൽക്കൂര പൂർണ്ണമായും നശിച്ചുപോയി. എൻ്റെ വീട്ടു സാധനങ്ങൾ മുഴുവനും നശിച്ചുപോയി. എനിക്ക് വേറെ നിർവാഹമില്ലാത്തതിനാൽ വേണ്ടപ്പെട്ട അധികാരികൾ ഉടനടി നടപടി സ്വീകരിക്കണം. സാമ്പത്തികമായി കഷ്ടത അനുഭവിക്കുന്ന കുടുംബത്തിന് അടിയന്തരമായി സർക്കാർ സഹായം ലഭ്യമാക്കണമെന്നാണ് ആവശ്യം. വെള്ളത്തൂവൽ പഞ്ചായത്തിലെ മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷമുയർത്തുന്ന ആരോപണങ്ങൾ തള്ളി പഞ്ചായത്ത് ഭരണസമിതി. ചെറിയൊരു സംഭവത്തെ പർവ്വതീകരിച്ച് കാട്ടി കോടികളുടെ അഴിമതി ആരോപിക്കുന്നത് രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണെന്ന് ഭരണസമിതി അംഗങ്ങൾ അടിമാലിയിൽ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. പഞ്ചായത്തിനെതിരെ നടക്കുന്ന കുപ്രചരണങ്ങളും സമരകോലാഹലങ്ങളും അടിസ്ഥാനരഹിതമാണെന്നും ഭരണസമിതി അംഗങ്ങൾ വ്യക്തമാക്കി. വെള്ളത്തൂവൽ പഞ്ചായത്തിന് കീഴിൽ മുതുവാൻകുടിയിൽ പ്രവർത്തിക്കുന്ന മാലിന്യ സംസ്കരണ കേന്ദ്രവുമായി ബന്ധപ്പെട്ടായിരുന്നു പ്രതിപക്ഷം വിവിധ ആരോപണങ്ങൾ ഉയർത്തിയത്. കേന്ദ്രത്തിൽ മോഷണം നടന്നതായും കേന്ദ്രത്തിന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട അഴിമതി നടക്കുന്നുവെന്നുമായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആരോപണം. എന്നാൽ മാലിന്യ സംസ്കരണ കേന്ദ്രവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം ഉയർത്തിയ അഴിമതി ആരോപണങ്ങളെ പൂർണ്ണമായി തള്ളുകയാണ് LDFന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി. മാലിന്യ പരിപാലന കേന്ദ്രത്തിൽ 15 ചാക്ക് പ്ലാസ്റ്റിക് മോഷണം പോയിരുന്നു. ഇത് സംബന്ധിച്ച് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ചെറിയൊരു സംഭവത്തെ പർവ്വതീകരിച്ചു കാട്ടി കോടികളുടെ അഴിമതി ആരോപിക്കുന്നത് രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണെന്നും ഭരണസമിതി അംഗങ്ങൾ അടിമാലിയിൽ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. ചെറിയൊരു മോഷണം പോയിരുന്നു. അത് നമ്മൾ പോലീസിൽ കേസ് കൊടുത്തിട്ടുണ്ട്, അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലാതെ മറ്റുള്ള രീതിയിലുള്ള യാതൊരുവിധ കാര്യങ്ങളും നമ്മുടെ പഞ്ചായത്തിൽ ഉണ്ടായിട്ടില്ല. നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ഗ്രാമപഞ്ചായത്താണ് വെള്ളത്തൂർ ഗ്രാമപഞ്ചായത്ത്. നമുക്ക് ആദ്യ വർഷം തന്നെ 24 സംസ്ഥാനത്തിൽ 24ാം സ്ഥാനവും അതിനുശേഷം ഒരു വർഷം നമുക്ക് സ്വരാജ്യ ട്രോഫിയും നമുക്ക് ലഭിച്ചതാണ്. 1ാം സ്ഥാനം ലഭിച്ച പഞ്ചായത്താണ്. എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നു. നമ്മുടെ മാലിന്യവുമായി ബന്ധപ്പെട്ട് ആദ്യമേ നമ്മുടെ ഓരോ വീടുകളിലേക്ക് നമ്മൾ ഹരിതകർമ്മസേന അംഗങ്ങളെ വെച്ചു. അതിനുശേഷം നമ്മളൊരു MCF പണിതു. 50 ലക്ഷം രൂപയോളം മുടക്കി MCFും അതിന് അകത്തുള്ള മെഷീൻ എല്ലാ സൗകര്യങ്ങളും ഒരുക്കി. ഇപ്പം നമ്മൾ 34 ലക്ഷം രൂപ വീണ്ടും അതിൻ്റെ അറ്റകുറ്റപ്പണികൾ ചെയ്തതിന് വേണ്ടി അനുവദിച്ചിട്ടുമുണ്ട്. അവിടെ നമ്മളൊരു 15ഓളം ആളുകൾക്ക് നമ്മൾ നിത്യേന തൊഴിൽ കൊടുക്കുന്നു. കൂടാതെ ഡ്രൈവറെ വെച്ചിട്ടുണ്ട്. അവർക്കും അതുപോലെ ഓരോ മാസവും നമ്മൾ വീട് കയറി പിടിക്കുന്ന ആളുകൾക്കും ഹരിതകർമ്മസേന അംഗങ്ങൾക്കും ഒരു തൊഴിലും കൂടിയാണ് ഈ ഹരിതകർമ്മസേനയുടെ കൺസോർഷ്യം. നമ്മൾ ആ രീതിയിൽ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന കൺസോർഷ്യത്തെയാണ് നമ്മുടെ പ്രതിപക്ഷം മോശമായ രീതിയിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. വിഷയത്തിൽ പഞ്ചായത്തിനെതിരെ നടക്കുന്ന കുപ്രചരണങ്ങളും സമര കോലാഹലങ്ങളും അടിസ്ഥാനരഹിതമാണെന്നും ഭരണസമിതി അംഗങ്ങൾ വ്യക്തമാക്കി. മികച്ച പ്രവർത്തനങ്ങൾക്ക് സംസ്ഥാനത്ത് 24ാം സ്ഥാനവും സ്വരാജ് ട്രോഫിയും നേടിയെടുത്ത പഞ്ചായത്താണ് വെള്ളത്തൂവൽ. മാലിന്യ പരിപാലനത്തിൽ ജില്ലയിൽ 3ാം സ്ഥാനവും ബ്ലോക്കിൽ 1ാം സ്ഥാനവും നേടിയെടുത്തിട്ടുള്ള പ്രവർത്തനങ്ങളാണ് പഞ്ചായത്ത് നടത്തിയിട്ടുള്ളത്. മാലിന്യ പരിപാലനത്തിൽ പഞ്ചായത്തിന് സാമ്പത്തിക നഷ്ടം വരുത്തിയിട്ടില്ല. ഇപ്പോൾ നടക്കുന്ന പ്രചരണം വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് മുമ്പിൽ കണ്ടാണെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും അടക്കമുള്ള LDF ഭരണസമിതി അംഗങ്ങൾ വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. വർഗീയ വിഷം നട്ടുമുളപ്പിച്ച് അതിന്റെ ലാഭം പങ്കിടുന്ന BJP സർക്കാരിനെ കൂട്ടുപിടിച്ച് സംസ്ഥാന സർക്കാർ ജനങ്ങളെ ദ്രോഹിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നതെന്ന് ഡീൻ കുര്യാക്കോസ് MP. അയ്യപ്പൻകോവിൽ പളനിക്കാവിൽ മഹാത്മാഗാന്ധി കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അയ്യപ്പൻകോവിൽ പുല്ലുമേട് 7ാം വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പളനിക്കാവ് സാംസ്കാരിക നിലയത്തിൽ മഹാത്മാഗാന്ധി കുടുംബസംഗമം സംഘടിപ്പിച്ചത്. പാർട്ടിയുടെ മുൻകാല പ്രവർത്തനങ്ങളെപ്പറ്റി അവലോകനം ചെയ്യുന്നതിനും വരുംകാല പ്രവർത്തനങ്ങൾ കൂടിയാലോചിക്കുന്നതിനും വേണ്ടിയാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഡീൻ കുര്യാക്കോസ് MP കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്തു. രാജ്യം ഭരിക്കുന്ന BJP സർക്കാർ വർഗീയത നട്ടുമുളപ്പിച്ച ലാഭവിഹിതം പങ്കിടുകയും സംസ്ഥാനം ഭരിക്കുന്ന LDF സർക്കാർ BJP സംഘപരിവാർ ശക്തികളെ കൂട്ടുപിടിച്ച ജനങ്ങളെ ദ്രോഹിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നതെന്നും MP കുറ്റപ്പെടുത്തി. തങ്ങളെ അനുകൂലിക്കുന്ന ആളുകളല്ലാതെ വേറെ ആരും ഈ രാജ്യത്ത് വേണ്ട എന്നുള്ളതാണ് കേന്ദ്രം ഭരിക്കുന്ന BJPയുടെ നിലപാട്. സാങ്കേതികമായി അവർക്ക് തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു വരാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ എന്താണ് പല തരത്തിലും വർഗീയത, ഈ രാജ്യത്ത് വർഗീയത നട്ടുമുളപ്പിച്ച് അതിൻ്റെ ലാഭം കൊയ്യുകയാണ്. ആ ഒരു തലത്തിൽ ആ തലത്തിൽ ഒരു ഭരണ സംവിധാനം കേന്ദ്രത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ ആ ഒരു നയ സമീപനത്തിൽ തന്നെ മാറ്റമുണ്ടാകണം. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു ഭരണ സംവിധാനം രാജ്യത്തുണ്ടായേ മതിയാകും. അല്ലാത്തിടത്തോളം ഈ വിധത്തിലുള്ള പ്രവർത്തനങ്ങളുമായി അവരുടെ ഇഷ്ടപ്രകാരം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഒരു തന്നെ ഇപ്പം കേരളത്തിൻ്റെ ചുറ്റുപാടിലേക്ക് വന്നാൽ
എന്താണ് കഴിഞ്ഞ 9 വർഷക്കാലമായി പിണറായി വിജയൻ അധികാരത്തിലാണ്. എന്ത് നേട്ടമാണ് നമ്മുടെ നാടിൽ കേരള സംസ്ഥാനത്തിന് ഉണ്ടായിട്ടുള്ളത്? പാവപ്പെട്ടവരെ മറന്നുപോയ ഒരു ഗവൺമെൻറ്. ഇവിടെ എല്ലാ തരത്തിലും ജീവിക്കാൻ വയ്യാത്ത ഒരു സ്ഥിതിയാണ്. എന്താണ് പിണറായി വിജയൻ ഗവൺമെന്റിന്റെ നേട്ടം എന്ന് ചോദിച്ചാൽ വട്ടപൂജ്യമാണ്. 10 വർഷക്കാലത്തെ പിണറായി ഗവൺമെന്റ് അധികാരത്തിൽ ഇരുന്നതിന്റെ പേരിൽ പീരുമേട്ടിലെ ഏതെങ്കിലും ഒരു തോട്ടം തൊഴിലാളിക്ക് അതിന്റെ ഗുണം കിട്ടിയിട്ടുണ്ട് എങ്കിൽ നമുക്കിതെല്ലാം അംഗീകരിക്കാം. ഇവർ പറയുന്നത് ശരിയാണ് എന്ന് നമുക്ക് പറയാം. ഓരോ തോട്ടങ്ങളും അടച്ചുപൂട്ടി. തോട്ടം മാനേജ്മെന്റ് വലിയ പ്രതിസന്ധിയിലാണ് എന്നുള്ള ഒരു ന്യായമാണ് അവർ പറയുന്നത്. ശരിയാണ്, അവർ പ്രതിസന്ധിയിലാണ്. എങ്കിൽ ആ തോട്ടങ്ങളെയും സംരക്ഷിച്ചു നിർത്താൻ, അവിടുത്തെ തൊഴിലാളികളുടെ ഉപജീവനം നിലനിർത്താൻ, അവരുടെ താമസ സൗകര്യം, അവരുടെ കുടിവെള്ള പ്രശ്നം, അവരുടെ കുട്ടികളുടെ വിദ്യാഭ്യാസം, അവരുടെ ആരോഗ്യ പരിരക്ഷ, ഇതെല്ലാം സർക്കാർ ഏറ്റെടുക്കേണ്ടതാണ്. ഒന്നും ചെയ്തിട്ടില്ല. വാർഡ് പ്രസിഡന്റ് സജൻ രാജൻ യോഗത്തിൽ അധ്യക്ഷനായിരുന്നു. DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സുരേഖ് തോമസ് മുഖ്യപ്രഭാഷണം നടത്തി. മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജെയിംസ് കാപ്പൻ, സോണിയ ചൊറി, ജോസഫ് കുര്യൻ, ബിനു വേലിക്കകത്ത്, രാജു ചമ്പൻകുളം, തോമസ് നടുവിലേക്കുറ്റ തുടങ്ങിയവർ സംസാരിച്ചു. കോൺഗ്രസ് ഉപ്പുതറ മാട്ടതാവളം വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹാത്മാഗാന്ധി ഗ്രാമസ്വരാജ് കുടുംബ സംഗമം സംഘടിപ്പിച്ചു. DCC മുൻ പ്രസിഡന്റ് റോയ് കെ പൗലോസ് ഉദ്ഘാടനം ചെയ്തു. പാർട്ടിയുടെ മുൻകാല പ്രവർത്തനങ്ങളെപ്പറ്റി അവലോകനം ചെയ്യുന്നതിനും വരുംകാല പ്രവർത്തനങ്ങൾ ആലോചിക്കുന്നതിനുമായിട്ടാണ് പരിപാടി സംഘടിപ്പിച്ചത്. SSLC, +2 പരീക്ഷകളിലും വിവിധ ബിരുദ പരീക്ഷകളിലും ഉന്നത വിജയം നേടിയ കുട്ടികളെ ചടങ്ങിൽ അനുമോദിച്ചു. DCC മുൻ പ്രസിഡന്റ് റോയ് കെ പൗലോസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. പക്ഷെ അവരാരും ഇന്ന് വരെ നമ്മുടെ രാജ്യത്ത് സ്വീകരിക്കാത്ത അത്ര മോശമായ നിലപാടുകളാണ്, തീരുമാനങ്ങളാണ്, സമീപനങ്ങളാണ് നിർഭാഗ്യകരമെന്ന് പറയട്ടെ നമ്മുടെ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന പ്രധാനമന്ത്രിയുടെയും ആഭ്യന്തരമന്ത്രിയുടെയും നേതൃത്വത്തിലുള്ള BJP നേതൃത്വം നൽകുന്ന ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് നമ്മൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ പാർട്ടിയെ നയിക്കുന്നത് RSS ആണ്. RSSന്റെ സിദ്ധാന്തം എന്താണെന്നുള്ളത് നമ്മളൊക്കെ മനസ്സിലാക്കിയിട്ടുള്ള ആളുകളാണ്. ഇപ്പം മിനിഞ്ഞാന്ന് RSSന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ഒരു പ്രസംഗത്തിൽ പറയുന്നത് നിങ്ങളെല്ലാം ശ്രദ്ധിച്ചില്ലേ? നമ്മുടെ ഭരണഘടനയുടെ ആമുഖമായിട്ട് മതേതരത്വം എന്ന് എഴുതി ചേർത്തിട്ടുണ്ട്. ആ മതേതര നിലപാട് എന്ന് പറയുന്നത് വേണ്ട, സോഷ്യലിസം എന്ന് പറയുന്ന വാക്ക് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ വേണ്ട. ഇത് അടിയന്തരാവസ്ഥ കാലത്ത് കോൺഗ്രസ് ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ ചെയ്ത ഒരു ഭേദഗതിയിലൂടെയാണ് ആ ഭരണഘടനയിൽ ഈ 2. വാർഡ് പ്രസിഡന്റ് ഡാർണി ജോസഫ് പൊടിപാറ അധ്യക്ഷനായിരുന്നു. DCC വൈസ് പ്രസിഡന്റ് ജോർജ് ജോസഫ് പടവൻ മുഖ്യപ്രഭാഷണം നടത്തി. DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് അരുൺ പൊടിപാറ, ഏലപ്പാറ ബ്ലോക്ക് പ്രസിഡന്റ് ജോർജ് ജോസഫ് കൂറുമ്പുറം, സണ്ണി മഞ്ഞനാമറ്റം, PM വർക്കി, PT തോമസ്, സിനി ജോസഫ്, സിജോ പാറക്കൽ, ജോണി ഇഞ്ചിപ്പറമ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു. കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡിൽ രൂപപ്പെട്ടിരിക്കുന്ന ഗർത്തം കാൽനട യാത്രക്കാർക്കും വാഹനയാത്രക്കാർക്കും ഭീഷണിയാകുന്നു. വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന കിണറിന് മുകളിൽ ചെയ്തിരിക്കുന്ന കോൺക്രീറ്റ് ഇളകിയാണ് ഇവിടെ ഗർത്തം രൂപപ്പെട്ടിരിക്കുന്നത്. സ്റ്റാൻഡിന്റെ തുടക്കകാലത്ത് ഇവിടെയുണ്ടായിരുന്ന കിണർ മൂടി അതിനു മുകളിൽ കോൺക്രീറ്റ് ചെയ്തിരുന്നു. ഈ കോൺക്രീറ്റിന്റെ ഭാഗങ്ങളാണ് തകർന്നിരിക്കുന്നത്. ഗർത്തം രൂപപ്പെട്ടതോടെ ചെളിവെള്ളം കെട്ടിക്കിടക്കുന്നുണ്ട്. ഇതിൽ വാഹനങ്ങൾ ചാടുമ്പോൾ കാൽനട യാത്രികരുടെ മേൽ വെള്ളം തെറിക്കുന്നതും പതിവാണ്. കൂടാതെ ഗർത്തത്തിന്റെ ആഴം വലുതായതിനാൽ ഇരുചക്ര വാഹനങ്ങളടക്കം അപകടത്തിൽപ്പെടാനും സാധ്യത ഏറെയാണ്. ഞങ്ങൾ കട്ടപ്പന കട്ടിലോട് വർക്കേഴ്സിലെ ബസ് സ്റ്റാൻഡ് യൂണിറ്റിലെ പണിക്കാരാണ്. നിലവിൽ ഒത്തിരി സ്കൂൾ പിള്ളേർ ഉൾപ്പെടെ ഒത്തിരി ബസ്സുകൾ, ഒത്തിരി വണ്ടികളിലെ പോകുന്നതാണ്. ഇതൊരു കുളമാണ്. നിലവിൽ ഇതിവിടെ ഭയങ്കരമായിട്ടൊരു അപകട ഭീഷണിയായിട്ട് നിൽക്കുന്ന ഒരു സംഭവമായിട്ടാണ് കാണുന്നത്. ആർക്കാനുള്ള അപകടം വരാം. എല്ലാവരും മനുഷ്യർ ഒരുപോലെയാണ്. പക്ഷേ ഏത് മനുഷ്യൻ വന്നു കഴിഞ്ഞാലും അത് നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യേണ്ട കടമ ഇവിടുത്തെ മറ്റേ നേതൃത്വത്തിലുള്ള ആൾക്കാരാണ്, മുനിസിപ്പാലിറ്റി ഉൾപ്പെടെയുള്ള ആൾക്കാർക്കുള്ളതാണ്. അതിന് വേണ്ട വിധത്തിലുള്ള പരിഹാരം കണ്ടെത്തണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. നിരവധി സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ഇതുവഴി നടന്നു പോകുന്നുണ്ട്. കുഴിയിൽ ചാടാതിരിക്കാൻ വാഹനങ്ങൾ വെട്ടിച്ചു മാറ്റുന്നതും അപകട ഭീഷണി സൃഷ്ടിക്കുന്നു. അടിയന്തരമായി ബസ് സ്റ്റാൻഡിനുള്ളിൽ രൂപപ്പെട്ടിരിക്കുന്ന ഗർത്തം മൂടണമെന്ന ആവശ്യമാണ് ഉയരുന്നത്. മൂന്നാറിലെ ജനവാസ മേഖലയിൽ സ്ഥിര സാന്നിധ്യമായിരുന്ന പടയപ്പ മറയൂർ മേഖലയിലും ഭീതി പരത്തുന്നു. മറയൂർ പാമ്പൻമലയിൽ 2 വീടുകളുടെ മേൽക്കൂര പടയപ്പ തകർത്തു. ആനയുടെ ആക്രമണത്തിൽ നിന്നും കുടുംബങ്ങൾ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കാണ്. വീടുകൾക്ക് മുമ്പിൽ ഏറെ സമയം തമ്പടിച്ച ശേഷമാണ് പടയപ്പ പിൻവാങ്ങിയത്. മൂന്നാറിലെ തോട്ടം മേഖലയിൽ സ്വൈര്യവിഹാരം നടത്തിയിരുന്ന കാട്ടുകൊമ്പൻ പടയപ്പ കഴിഞ്ഞ 2 ആഴ്ചയായി മറയൂരിന് സമീപമാണിപ്പോൾ നിലയുറപ്പിച്ചിട്ടുള്ളത്. പാമ്പൻമല, കാപ്പി സ്റ്റോർ, ചട്ടമൂന്നാർ, ലക്കം ന്യൂ ഡിവിഷൻ, തലയാർ, കടുകുമുടി എന്നീ പ്രദേശങ്ങളിലൂടെ കാട്ടാന ചുറ്റിത്തിരിയുന്ന സ്ഥിതിയുണ്ട്.
കഴിഞ്ഞ ദിവസം രാത്രി പാമ്പൻമലയിൽ ഇറങ്ങിയ പടയപ്പ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു. പ്രദേശവാസിയായ ശിങ്കാരത്തിന്റെ വീടിന്റെ മേൽക്കൂര പടയപ്പ തകർത്തു. വീടിന്റെ ജനലുകളും വാതിലുകളും തകർത്ത് കാട്ടാന പരാക്രമം നടത്തിയതോടെ വീട്ടിലുണ്ടായിരുന്നവർ ഓടി രക്ഷപ്പെട്ടു. നടക്കാൻ ബുദ്ധിമുട്ടുള്ള താൻ ഭയപ്പാടോടെ വീട്ടിൽ കഴിഞ്ഞുകൂടുകയായിരുന്നുവെന്ന് ശിങ്കാരം പറഞ്ഞു. 5 பேர் இருந்து நான் தான் அந்த பெட்டியில் இருந்துடலாம். அந்த பெட்டியில் தவிர வேறு எங்கேயும் நான் எந்திக்கிறேன். வேறு மறுபடியும் சோத்து பானியை வந்து தட்டை தட்டிச்சு அந்த தட்டில் வந்து அப்படின்ட்டு நான் வீட்டுக்கு ஓடிட்டேன். இந்த தும்பிக்கை அங்கே வந்து விட்டோம். அதுக்கு பிறகு பிள்ளையெல்லாம் ஓடிச்சு. நான் மட்டும்தான் வீட்டுக்குள்ளே இருந்தேன். இந்த பிள்ளையில 5 பேர் 4 பேரும் 4 பேரும் பையன் பேர 4 பேருமே அங்கிட்டு கூட்டிட்டாங்க. அங்கே அப்படி கூட்டி இப்போ ஞான் அங்கே நிற்கிறனாலும் அங்கிட்டு போயிட்டாங்க അടുത്ത വീட்டுக்கு. ഈ വീടിന് സമീപത്തുള്ള രാജീവിടെ വീടിന്റെ മേൽക്കൂരയ്ക്കും കാട്ടുകൊമ്പൻ നാശം വരുത്തി. ആന വീടിന് നേരെ പരാക്രമം നടത്തിയ സമയം വീട്ടിൽ ആളുകൾ ഉണ്ടായിരുന്നു. തങ്ങളും ഏറെ ഭീതിയോടെയാണ് ഈ സമയം വീട്ടിൽ കഴിഞ്ഞുകൂടിയതെന്ന് വീട്ടുകാർ പറഞ്ഞു. ഇത് ஃபாரஸ்ட்டையும் சொல்லி ஃபாரஸ்ட் ஒரு இது ஆள் வரல ஒன்றும் வரல. அவங்க கேட்டால் ஆள் இல்லை வரம்ட்டு வரவே இல்லை. நைட் ஃபுல்லாக பிள்ளைகள் குட்டியெல்லாம் வச்சுட்டு ரொம்ப கஷ்டம். இப்போ வந்து 10-15 நாளைக்கு மேலே ஆச்சு. ரொம்ப பாடு. இதை வச்சுட்டு நாங்கள் நைட்டு நேரத்தில் உறங்கவும் முடியல. 10 நாள் உறங்கியாச்சு. சில நேரம் கரண்ட்டும் இருக்க மாட்டாது. கரண்ட்டும் பிரச்சனை. இந்த மாதிரி கவர்மெண்ட்டு ஒரு நடவடிக்கையும் எடுக்கிறது கிடையாது. ஒன்றுமே செய்கிறது கிடையாது. இது ஃபாரஸ்ட்டு வித்தியாசமாக இதை பார்த்து இதை ஓடிச்சு எங்கிட்டாச்சும் காட்டுக்குள்ள விடணும். பெரிய இதை வச்சு நமக்கு பெரிய பிரச்சனை. പടയപ്പ മറയൂർ മേഖലയിൽ സ്ഥിരമായി തമ്പടിക്കുന്ന സ്ഥിതി ഉണ്ടായാൽ അത് പ്രദേശത്തെ കർഷകരെ പ്രതികൂലമായി ബാധിക്കും. കഴിഞ്ഞ ദിവസം മറയൂർ പഞ്ചായത്തിലെ പള്ളനാട്ടിലെ കൃഷിസ്ഥലങ്ങളിലെത്തിയ ആന നാശനഷ്ടമുണ്ടാക്കി. തോട്ടം മേഖല മറികടന്ന് ആന തെങ്ങ്, പച്ചക്കറി, കരിമ്പ് ഉൾപ്പെടെ കൃഷി ചെയ്യുന്ന മേഖലയിലേക്ക് എത്തിയിട്ടുള്ളത് കർഷകർക്ക് ആശങ്കയാകുന്നുണ്ട്. ആനയെ ജനവാസ മേഖലയിൽ നിന്നും തുരത്താത്തതിൽ പ്രതിഷേധവും ശക്തമാണ്. വിഷയത്തിൽ വനംവകുപ്പിന്റെ ഫലപ്രദമായ ഇടപെടൽ വേണമെന്നാണ് കർഷകരുടെ ആവശ്യം. അതേസമയം ആനയെ നിരീക്ഷിക്കാൻ RRT സംഘത്തെ നിയോഗിച്ചിട്ടുള്ളതായി വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചു. ഭാരതീയ ജനതാ പാർട്ടി കഞ്ഞിക്കുഴി പഞ്ചായത്ത് തല പ്രവർത്തക യോഗം നടന്നു. കഞ്ഞിക്കുഴി വ്യാപാര ഭവനിൽ നടന്ന പ്രവർത്തക യോഗം BJP സൗത്ത് ജില്ലാ പ്രസിഡന്റ് VC വർഗീസ് ഉദ്ഘാടനം ചെയ്തു. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടാണ് പ്രവർത്തക യോഗം നടന്നത്. BJP പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് സുരേഷ് തെക്കേക്കുറ്റ് അധ്യക്ഷനായിരുന്നു. BJP സൗത്ത് ജില്ലാ പ്രസിഡന്റ് VC വർഗീസ് യോഗം ഉദ്ഘാടനം ചെയ്തു. നരേന്ദ്രമോദിയുടെ 11 വർഷക്കാലത്തെ ഭരണം ലോകത്തിന് തന്നെ മാതൃകയാണെന്ന് VC വർഗീസ് പറഞ്ഞു. കഴിഞ്ഞ 11 വർഷം കൊണ്ട് രാജ്യത്തെ മാറ്റിമറിച്ച വികസനക്ഷേമ പ്രവർത്തനങ്ങൾ ആൾക്കാരിലേക്ക് പകർന്നു കൊടുക്കുമ്പോൾ അവർക്ക് പിന്നെ വേറെ ഒരു ഓപ്ഷൻ, ഒരു ക്വസ്റ്റ്യൻ മാർക്കില്ല. അവിടെ ഒരേ ഒരു ചിന്തയെ വരുള്ളൂ. നരേന്ദ്രമോദിയുടെ കീഴിലുള്ള ഒരു അധികാരം ഈ കേരളത്തിലും ഉണ്ടാവണം, ഇടുക്കിയിലും ഉണ്ടാവണം, ഇവിടെ വികസനം ഉണ്ടാവണം. അങ്ങനെ ആൾക്കാരിലേക്ക് നരേന്ദ്രമോദിയുടെ മോട്ടിവേഷൻ, നരേന്ദ്രമോദിയുടെ അദ്ദേഹം നേതൃത്വം കൊടുക്കുന്ന ഗവൺമെന്റിന്റെ ആശയങ്ങൾ ആൾക്കാരിലേക്ക് എത്തിക്കുമ്പോൾ തീർച്ചയായിട്ടും അവിടെ വേറെ ഒരു ഓപ്ഷൻ ഇല്ല. അവിടെ ഒരേ ഒരു ഓപ്ഷനുള്ളൂ. നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ ഭരണം നമ്മുടെ ജില്ലയിലും നമ്മുടെ ഈ കഞ്ഞിക്കുഴി പഞ്ചായത്തിലും എത്തും. വിവിധ പാർട്ടികളിൽ നിന്നും രാജിവെച്ച് BJPയിൽ ചേർന്ന പ്രവർത്തകരെ ജില്ലാ പ്രസിഡന്റ് സ്വീകരിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് ഷാജി നെല്ലിപ്പറമ്പിൽ മുഖ്യപ്രഭാഷണം നടത്തി. നേതാക്കളായ ബിന്ദു അഭയൻ, ലീന രാജു, സുരേഷ് മീനത്തേരി, അനന്തു മാങ്കാട്ടിൽ, ശിവദാസ് പാലക്കാക്കുടി, ബൈജു അഞ്ചൻകുന്നേൽ, വിജയകുമാർ, OC ടോമി തുടങ്ങിയവർ സംസാരിച്ചു. നെടുങ്കണ്ടം ബസ് സ്റ്റാൻഡിലെ ഓട നിർമ്മാണത്തിലെ അപാകത മൂലം യാത്രക്കാർ അപകടത്തിൽപ്പെടുന്നത് പതിവാകുന്നു. കഴിഞ്ഞ ദിവസം ഓടയിൽ കാൽ പോയി 2 പേർക്ക് പരിക്കേറ്റു. ഓട സ്ലാബിട്ട് മൂടിയിട്ടുണ്ടെങ്കിലും ഇതിനിടയിലെ വിടവാണ് അപകടത്തിന് ഇടയാക്കുന്നത്. നെടുങ്കണ്ടം അമ്പിളിയമ്മങ്കാനം സ്വദേശി മാണിക്കുളത്ത് രാജേഷ്, താന്നിമൂട് സ്വദേശി സന്ദീപ് എന്നിവർക്കാണ് കഴിഞ്ഞ ദിവസം പരിക്കേറ്റത്. ഓട്ടോ ഡ്രൈവറായ രാജേഷ് വെള്ളിയാഴ്ച പുലർച്ചെ ബസ് സ്റ്റാൻഡിലെ ശുചിമുറിയിൽ പോയി മടങ്ങിവരവെയാണ് അപകടത്തിൽപ്പെട്ടത്. സ്ലാബിന്റെ വിടവിലൂടെ കാൽ ഉള്ളിലേക്ക് പോയി പരിക്കേൽക്കുകയായിരുന്നു. ഇതിന് തൊട്ടു മുൻപാണ് സന്ദീപിന് പരിക്കേറ്റത്. കേൾവിശക്തിയും സംസാരശേഷിയും ഇല്ലാത്ത സന്ദീപ് ബസ്സുകൾ ക്ലീൻ ചെയ്താണ് ഉപജീവന മാർഗം കണ്ടെത്തുന്നത്. ബസ്സുകൾ പാർക്ക് ചെയ്യുന്നതിന് പിൻഭാഗത്തെ ഓടയാണ് അപകടാവസ്ഥയിലുള്ളത്. സ്റ്റാൻഡിൽ വഴിവിളക്കുകൾ ഇല്ലാത്തതും അപകടത്തിന് ഇടയാക്കുന്നു. കാഞ്ചാർ തുപ്പിപ്പാള SN ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡിൽ തെരുവ് നാടകം അവതരിപ്പിച്ചു. സമൂഹത്തിൽ വലിയ വിപത്തായി മാറിക്കൊണ്ടിരിക്കുന്ന ലഹരിക്കെതിരെ ബോധവൽക്കരണം എന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് തെരുവ് നാടകം സംഘടിപ്പിച്ചത്. മലനാട് SNDP യൂണിയൻ സെക്രട്ടറി വിനോദ് ഉത്തമൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. മോശം പ്രവർത്തികൾ, ലഹരി മൂലം ഉണ്ടാകുന്ന മോശം പ്രവർത്തികൾ അമ്മയെയും പെങ്ങളെയും സഹോദരിയും ഒക്കെ തിരിച്ചറിവില്ലാത്ത രീതിയിൽ ഉണ്ടാകുന്ന സമൂഹത്തിന് ഒരു മാതൃകയാകുന്ന തരത്തിലേക്ക് ഈ കുട്ടികളുടെ ഭാഷ മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.
എക്സൈസ് ഓഫീസർ സാബു MC, കട്ടപ്പന SI ഡെച്ചി വർഗീസ് എന്നിവർ ലഹരി വിരുദ്ധ സന്ദേശം നൽകി. സ്കൂൾ മാനേജർ KS ബിജു, പ്രിൻസിപ്പൽ എബി ആന്റണി, മറ്റ് അധ്യാപകർ തുടങ്ങിയവർ നേതൃത്വം നൽകി. കട്ടപ്പനയ്ക്ക് പുറമെ കാഞ്ചിയാർ ലബ്ബക്കടയിലും തിരുവുനാടകം അവതരിപ്പിച്ചു. മയക്കുമരുന്നിനടിമപ്പെട്ട വിദ്യാർത്ഥികൾ തമ്മിലുണ്ടായ തർക്കത്തിൽ ഒരു വിദ്യാർത്ഥി കൊല്ലപ്പെട്ടു. ഹൈസ്കൂൾ വിദ്യാർത്ഥികളായ 3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. തുടർന്ന് പോലീസ് നടത്തിയ തിരച്ചിലിൽ നഗരത്തിൽ വൻ കഞ്ചാവ് വേട്ട. വിദ്യാർത്ഥികളടക്കം നിരവധി പേർ അറസ്റ്റിൽ. മദ്യം, പുകയില, പാൻ മസാല തുടങ്ങിയ ലഹരി പദാർത്ഥങ്ങൾ വ്യക്തികളെയും കുടുംബങ്ങളെയും ആരോഗ്യപരമായും സാമ്പത്തികമായും സാമൂഹികമായും സാംസ്കാരികമായും നശിപ്പിക്കുന്ന സാമൂഹ്യ വിപത്താണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കാഞ്ചാർ തൊപ്പിപ്പാള SN ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന്റെ നേതൃത്വത്തിൽ തെരുവ് നാടകം സംഘടിപ്പിച്ചു. ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് തെരുവ് നാടകം നടത്തിയത്. യുവതലമുറയിൽ വർദ്ധിച്ചുവരുന്ന ലഹരി മരുന്നുകളുടെ ഉപയോഗത്തിനെതിരെയാണ് സ്വരാജ് തൊപ്പിപ്പാള SN സ്കൂളിലെ ഒരു കൂട്ടം വിദ്യാർത്ഥികൾ ലഹരിക്കൂട്ട് മരണക്കൂട്ട് എന്ന സന്ദേശം ഉയർത്തി തെരുവ് നാടകം സംഘടിപ്പിച്ചത്. വളർന്നുവരുന്ന യുവതലമുറയിലും മുതിർന്നവർക്കും ലഹരിയുടെ ദൂഷ്യവശങ്ങളെപ്പറ്റി അവബോധം സൃഷ്ടിക്കുകയും ആവശ്യമായ ബോധവൽക്കരണം നൽകുകയും ലക്ഷ്യമിട്ടാണ് പരിപാടി സംഘടിപ്പിച്ചതെന്ന് സ്കൂൾ പ്രിൻസിപ്പൽ എവി ആന്റണി പറഞ്ഞു. സമൂഹത്തെ ആകെ ഗ്രസിക്കുന്ന വിപത്ത് എന്ന് പറയുന്നത് നമുക്കൊക്കെ അറിയാം. നമ്മുടെ കുഞ്ഞുങ്ങളിലും യുവാക്കളിലുമൊക്കെ വ്യാപകമായി കാണുന്ന ലഹരിയുടെ ഉപയോഗവും അതുണ്ടാക്കുന്ന ദൂരവ്യാപകമായ ദൂഷ്യഫലങ്ങൾ അനാവരണം ചെയ്യുന്ന ഒരു തെരുവ് നാടകമാണ് ഇന്ന് ഇവിടെ അവതരിപ്പിക്കപ്പെടുന്നത്. ഇത് നമ്മുടെ എല്ലാം സമൂഹത്തിലെ മുഴുവൻ ആളുകളുടെയും കണ്ണു തുറപ്പിക്കുന്ന ഒരു സംഭവമായി മാറണം. വിദ്യാർത്ഥികൾ, സ്കൂൾ അധ്യാപകർ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. കൊന്നത്തടി പണിക്കൻകുടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ജിജോ ബേബി മെമ്മോറിയൽ എൻഡോവ്മെന്റ് വിതരണവും പ്രതിഭാ സംഗമവും നടന്നു. ഉടുമ്പൻചോല MLA MM മണി പരിപാടി ഉദ്ഘാടനം ചെയ്തു. പൊതുപ്രവർത്തകനായ NV ബേബിയുടെ മകൻ ജിജോ ബേബിയുടെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയ എൻഡോവ്മെന്റ് വിതരണവും സ്കൂളിലെ വിവിധ ക്ലബ്ബുകളുടെ ഉദ്ഘാടനവുമാണ് നടന്നത്. ഉടുമ്പൻചോല MLA MM മണി പരിപാടി ഉദ്ഘാടനം ചെയ്തു. സ്കൂളിലെ വിവിധ ക്ലബ്ബുകളുടെ ഉദ്ഘാടനം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TP മൽക്ക നിർവഹിച്ചു. SSLCക്ക് എല്ലാ വിഷയങ്ങളിലും A+ നേടിയവരെയും വിവിധ സ്കോളർഷിപ്പ് പരീക്ഷകളിൽ മികച്ച വിജയം കരസ്ഥമാക്കിയ കുട്ടികളെയും ചടങ്ങിൽ അനുമോദിച്ചു. കൊന്നത്തടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രമ്യ റനീഷ് അധ്യക്ഷയായിരുന്നു. പൊതുപ്രവർത്തകനായ NV ബേബി, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഷിനി സജീവൻ, ജോബി കുന്നക്കാട്ട്, ബിന്ദു സാൻഡി, സ്കൂൾ ഹെഡ് മിസ്ട്രസ് ഷർമിള MK, സ്റ്റാഫ് സെക്രട്ടറി ബിനോയ് KR തുടങ്ങിയവർ സംസാരിച്ചു. കൊല്ലത്ത് നടന്ന 8ാമത് സംസ്ഥാന ജൂനിയർ പെൻസാക്ക് സിലാത്ത് ചാമ്പ്യൻഷിപ്പിൽ മെഡലുകൾ കൊയ്ത ഇടുക്കി ജില്ലാ ടീം. 4 സ്വർണവും 2 വെള്ളിയും അടക്കം 7 മെഡലുകളാണ് ടീം നേടിയത്. ഇന്തോനേഷ്യൻ മാർഷൽ ആർട്സ് ആയ പെൻസാക്ക് സിലാത്ത് ഒരു ആയോധന കലയാണ്. ഇതിനോടകം തന്നെ പ്രചാരമേറിയ ഈ ആയോധന കല ഓൾ ഇന്ത്യൻ യൂണിവേഴ്സിറ്റി ഗെയിംസ്, ഓൾ ഇന്ത്യൻ പോലീസ് ഗെയിംസ്, നാഷണൽ ഗെയിംസ്, ഇന്ത്യൻ ബീച്ച് ഗെയിംസ്, ഖേലോ ഇന്ത്യൻ ഗെയിംസ്, നാഷണൽ ഫെഡറേഷൻ കപ്പ് തുടങ്ങിയ മത്സരങ്ങളിലെ പ്രധാന ഇനമാണ്. ഇന്ത്യയിൽ സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ, മിനിസ്ട്രി ഓഫ് യൂത്ത് അഫയേഴ്സ് തുടങ്ങിയവയുടെ അംഗീകാരത്തോടെ പ്രവർത്തിച്ചു വരുന്നു. ഞായറാഴ്ചയാണ് ചാമ്പ്യൻഷിപ്പ് സമാപിച്ചത്. ചാമ്പ്യൻഷിപ്പിൽ ഇടുക്കി ജില്ലയ്ക്ക് വേണ്ടി ആഷിഖ് ഷാജി, അഗ്നസ് തെരേസ്, ജുവാന ഷാജി, ആകാശ് KB എന്നിവർ സ്വർണ്ണ മെഡലും ഇവ മരിയ, ദേവനാരായണൻ എന്നിവർ വെള്ളി മെഡലും നേടി. ദേശീയ മെഡൽ ജേതാവ് ജിത്തു ചന്ദ്രനായിരുന്നു ജില്ലാ ടീമിന്റെ കോച്ച്.
കാഞ്ചാർ മുരിക്കാട്ടുകുടി അനുഗ്രഹ SIGയുടെ നേതൃത്വത്തിൽ നിർധനരായ കുടുംബങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. 100-ലധികം കുട്ടികൾക്കാണ് ഇവർ പഠനോപകരണങ്ങൾ നൽകിയത്. ബാഗ്, കുടകൾ എന്നിവയാണ് SHGയുടെ നേതൃത്വത്തിൽ കുട്ടികൾക്കായി വിതരണം ചെയ്തത്. വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ നൽകുന്നതിന് വേണ്ടി ഒരു മാസമായി അംഗങ്ങൾ സമാഹരിച്ച തുക ഉപയോഗിച്ചാണ് പഠനോപകരണങ്ങൾ വാങ്ങിയത്. ഇത്തരത്തിൽ നിരവധി സേവന പ്രവർത്തനങ്ങൾ SHGയുടെ നേതൃത്വത്തിൽ നടത്തിവരുന്നുണ്ട്. പഠന സംബന്ധമായ വിഷയങ്ങൾ അനുഭവിക്കുന്ന വിദ്യാർത്ഥികൾക്ക് സഹായങ്ങൾ ആവശ്യമെങ്കിൽ തങ്ങളെ നേരിട്ട് ബന്ധപ്പെടാമെന്ന് SHG മുൻ പ്രസിഡന്റ് സുനിൽ സോമൻ പറഞ്ഞു. കാര്യം ഉദ്ദേശിച്ച് നമുക്ക് നമ്മളെ കാര്യം നിക്ഷേപത്തിൽ തന്നെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് സമൂഹത്തിൽ എന്തെങ്കിലും ചെയ്യുക, നമ്മൾ റോഡ് നന്നാക്കുക, അല്ലെങ്കിൽ നമ്മൾ വഴികൾ നന്നാക്കുക. അത് മാത്രമല്ല നമ്മുടെ കുട്ടികൾ എന്ന് പറഞ്ഞാൽ എല്ലാ മതസ്ഥരായ കുട്ടികളുണ്ട് കൂട്ടത്തിൽ. അപ്പോൾ അവർക്ക് സ്കൂൾ തുറക്കുമ്പോൾ എന്തെങ്കിലും ഒരു സ്കൂൾ കിറ്റ് കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് ആലോചിച്ചിട്ടാണ് ഞങ്ങൾ ഈ സംരംഭം തുടങ്ങുന്നത്. അതിപ്പോൾ ഒരു വർഷം പൂർത്തീകരിച്ചു. കഴിഞ്ഞ വർഷം കൊടുക്കേണ്ടതായിരുന്നു, പക്ഷേ ചില സാങ്കേതിക കാരണങ്ങൾ കൊടുക്കാൻ പറ്റിയില്ല. അപ്പം ഒരു മാസം 100 രൂപയാണ് ഞങ്ങൾ നിക്ഷേപം സ്വീകരിച്ചുകൊണ്ട് ഒരു 30,000 രൂപ അടുത്ത് സമാഹരിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ സംരംഭം പൂർത്തീകരിച്ചത്. ഇത് പറയാനുള്ള കാരണം, ചാനലുകാരോട് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രത്യേകിച്ചും നമ്മുടെ ഈ മേഖല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂലിപ്പണിക്കാർ ഉള്ള മേഖലയാണ്. അപ്പം വരും വർഷങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമുണ്ട്, ഞങ്ങൾക്ക് തുടർന്ന് കൊണ്ടുപോകാൻ താല്പര്യമുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും പല കാര്യം സഹായം ചെയ്യാനുണ്ടെങ്കിൽ ഞങ്ങൾ ഗ്രൂപ്പുമായിട്ട് ബന്ധപ്പെടുക എന്നൊരാവശ്യം കൂടി ഞങ്ങൾ ഉന്നയിക്കുകയാണ്. പിന്നെ 75 കുട്ടികൾക്കാണ് ഞങ്ങൾ ഇന്ന് ഈ സ്കൂൾ കിറ്റ് വിതരണം നടത്തുന്നത്. 16 അംഗങ്ങളാണ് മുരിക്കാട്ടുകുടി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന അനുഗ്രഹ SHGയിൽ ഉള്ളത്. SHG പ്രസിഡന്റ് മനോജ് PK, സെക്രട്ടറി രഞ്ജിത്ത് MK, മറ്റു ഭാരവാഹികൾ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. 50ന്റെ നിറവിൽ ആഘോഷങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന മൂന്നാർ ഇരവികുളം ദേശീയോദ്യാനത്തിന് അഭിമാന നേട്ടം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ദേശീയോദ്യാനമായി ഇരവികുളം ദേശീയോദ്യാനത്തെ തെരഞ്ഞെടുത്തു. മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റ്, ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് 2020 മുതൽ 25 വരെ നടത്തിയ മാനേജ്മെന്റ് എഫക്റ്റീവ് ഇവാലുവേഷനിലാണ് ഇരവികുളത്തെ തെരഞ്ഞെടുത്തത്. ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ചതിന്റെ 50ാം വാർഷിക ആഘോഷങ്ങൾ നടക്കുന്നതിനിടയിൽ മികച്ച നേട്ടം കൈവരിക്കാനായതിന്റെ സന്തോഷത്തിലാണ് വനം വകുപ്പും. ഏറെ പ്രത്യേകതയുള്ള ഇരവികുളം ദേശീയോദ്യാനത്തെ അതീവ പരിസ്ഥിതി പ്രാധാന്യത്തോടെയാണ് വനം വകുപ്പ് സംരക്ഷിച്ചു വരുന്നത്. ഒപ്പം രാജ്യത്തെ തന്നെ സഞ്ചാരികളുടെ ഇഷ്ട കേന്ദ്രങ്ങളിൽ ഒന്നുകൂടിയാണ് ഇരവികുളം ദേശീയോദ്യാനം. ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ചതിന്റെ 50ാം വാർഷികത്തിന്റെ ഭാഗമായി ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികൾക്ക് അടുത്ത ദിവസമായിരുന്നു തുടക്കം കുറിച്ചത്. ഇതിനൊപ്പമാണിപ്പോൾ രാജ്യത്തിന് തന്നെ അഭിമാനമായി ഇരവികുളം ദേശീയോദ്യാനം മാറിയിരിക്കുന്നത്. കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം നടത്തിയ മാനേജ്മെന്റ് ഇവാലുവേഷൻ 2020 മുതൽ 25 കാലഘട്ടം വരെ ഉള്ള സമയത്ത് നടത്തിയ മാനേജ്മെന്റ് ഇവാലുവേഷനിൽ നമ്മളുടെ ഇരവികുളം നാഷണൽ പാർക്ക് രാജ്യത്ത് തന്നെ, ഇന്ത്യയിൽ തന്നെ ഏറ്റവും മികച്ച നാഷണൽ പാർക്കായിട്ട് തിരഞ്ഞെടുക്കുകയാണ് ഉണ്ടായിട്ടുണ്ട്. 438ഓളം സംരക്ഷിത വനമേഖലകളിൽ, അതായത് നാഷണൽ പാർക്കും വൈൽഡ് ലൈഫ് സാങ്ച്വറിയുമായിട്ടുള്ള സ്ഥലങ്ങളിലാണ് ഇത് നടത്തിയത്. അതിലാണ് ജമ്മു ആൻഡ് കാശ്മീരിലെ ഡച്ചിങ്ങം നാഷണൽ പാർക്കിൻ്റെ ഒപ്പം തന്നെ ഇരവികുളം നാഷണൽ പാർക്കും 1ാം സ്ഥാനം പങ്കിട്ട്. അപ്പോൾ അവരുടെ റിപ്പോർട്ടിൽ പല കാര്യങ്ങളും പറയുന്നുണ്ട്. നമ്മുടെ ഇവിടുത്തെ ഭൂപ്രകൃതിയെ കുറിച്ചിട്ടും ഇവിടുത്തെ ഹാബിറ്റാറ്റ് മാനേജ്മെന്റിനെ കുറിച്ചിട്ടും പിന്നെ പങ്കാളിത്ത വനപരിപാലനത്തെ കുറിച്ചിട്ടും എല്ലാം പറയുന്നുണ്ട്. അതിൽ ഇപ്പോൾ എടുത്തു പറയുന്ന ഒരു കാര്യം, ഇന്ത്യയിൽ തന്നെ ഏറ്റവും ക്ലീനസ്റ്റ് ആയിട്ടുള്ള നാഷണൽ പാർക്കാണ് ഇരവികുളം എന്നൊരു ഒരു റിപ്പോർട്ടിൽ എടുത്തു പറയുന്നുണ്ട്. രാജ്യത്തെ മികച്ച ദേശീയ ഉദ്യാനമായി വെറുതെ തിരഞ്ഞെടുക്കുകയായിരുന്നില്ല. ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ, വേൾഡ് കമ്മീഷൻ ഓഫ് പ്രൊജക്ട് ഏരിയ എന്നിവയുടെ മൂല്യനിർണ്ണയത്തിന്റെ അടിസ്ഥാനത്തിലാണ് സ്കോർ നിശ്ചയിച്ചത്. 32 മാനദണ്ഡങ്ങളെ അടിസ്ഥാനമാക്കി നടത്തിയ മൂല്യനിർണ്ണയത്തിൽ 92.97% പോയിന്റ് നേടിയാണ് ഇരവികുളം ദേശീയോദ്യാനം ഇന്ത്യയിലെ ഏറ്റവും മികച്ച ദേശീയോദ്യാനമായി തിരഞ്ഞെടുക്കപ്പെട്ടത്. 50ാം വാർഷിക ആഘോഷവേളയിൽ ഇരട്ടി മധുരമായി എത്തിയ അംഗീകാരത്തിന്റെ സന്തോഷത്തിലാണ് ഇരവികുളത്തെ കാത്തു പരിപാലിക്കുന്ന ജീവനക്കാരും. ഇരവികുളം നാഷണൽ പാർക്കിന് ഈ ഗുഡ് റേറ്റിംഗ് കിട്ടിയതിൽ ജീവനക്കാർക്ക് അതിയായ സന്തോഷമുണ്ട്. 200ഓളം വരുന്ന ജീവനക്കാരുടെ ആത്മാർത്ഥമായ പരിശ്രമത്തിന്റെ ഫലമായിട്ടാണ് നമുക്ക് ഈ ഗുഡ് റേറ്റിംഗിൽ എത്താൻ പറ്റിയത്. நேஷனல் பார்க் தொடங்கி 50 வருஷம் ஆகி முடிஞ்சு நம்ம நேஷனல் பார்க் இந்தியாவில் ஃபர்ஸ்ட் நம்பர் 1 வந்தனால இங்கே வேலை செய்கிற
ജീവനക്കാർക്കും എങ്ങൾക്കും നല്ല ഹാപ്പിയാണ് ഇരിക്കും. പശ്ചിമഘട്ട മലനിരകളിൽ തെക്ക് ഭാഗത്ത് വരുന്ന ഉയർന്ന 97 സ്ക്വയർ കിലോമീറ്ററാണ് ഇരവികുളം ദേശീയോദ്യാനം. പുൽമേടുകളും ശോലവനങ്ങളും നിറഞ്ഞ ജൈവ വൈവിധ്യത്തിന്റെ കലവറ കൂടിയാണ് ഇരവികുളം. ലോകത്തെ ഏറ്റവും കൂടുതൽ വരയാടുകളെ കാണപ്പെടുന്ന പ്രദേശമെന്ന പ്രത്യേകതയും ഇരവികുളം ദേശീയ ഉദ്യാനത്തിനുണ്ട്. മാത്രവുമല്ല 12 വർഷത്തിലൊരിക്കൽ പൂക്കുന്ന നീലക്കുറിഞ്ഞി ഉൾപ്പെടെ 20ഓളം കുറിഞ്ഞി ഇനങ്ങളും ഇവിടെ പരിപാലിക്കുന്നു. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ഇനി കമ്പോളം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ശാന്തൻപാറ കാർഡമം പ്ലാന്റേഴ്സ് അസോസിയേഷൻ ഏലക്കാലേലെ വിവരം. ആകലോട്ട 61, വിൽപ്പനയ്ക്ക് വന്നത് 11,037, വിൽപ്പന നടന്നത് 10,739. കൂടിയ വില 2,988, ശരാശരി വില 2,332. കട്ടപ്പന കമ്പോളം. കുരുമുളക് കിലോഗ്രാമിന് 662 രൂപ, ഇലം കൂടിയ വില 2,600, ഇലം ശരാശരി വില 2,200. കാപ്പിപ്പരിപ്പ് 390, ഗ്രാമ്പു 750, കൊക്കോ 80, റബ്ബർ 180. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 8,915 രൂപ, വെള്ളി 117. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വണ്ടിപ്പെരിയാർ ചുരക്കുളത്ത് പീഡനത്തിനിരയായി കൊല്ലപ്പെട്ട 6 വയസ്സുകാരിക്ക് നീതി അകലെ. പ്രതിയെന്ന് പോലീസ് കണ്ടെത്തിയ യുവാവിനെ തെളിവുകളുടെ അഭാവത്തിൽ കട്ടപ്പന അതിവേഗ പോക്സോ കോടതി വെറുതെ വിട്ടിരുന്നു. കുടുംബം ഹൈക്കോടതിയിൽ അപ്പീൽ നൽകി 1 വർഷം പിന്നിടുമ്പോഴും പ്രോസിക്യൂട്ടറെ പോലും നിയമിക്കാൻ സർക്കാർ തയ്യാറാകുന്നില്ലെന്ന് കുടുംബം. തുടർച്ചയായി തൊടുപുഴ ജില്ലാ ആശുപത്രിയിലെ ലിഫ്റ്റ് തകരാറിലാകുന്നത് രോഗികളെ ദുരിതത്തിലാക്കുന്നു. ഇതുമൂലം പലപ്പോഴും രോഗികളെ കസേരയിലിരുത്തി മുകളിലെ നിലയിലേക്ക് ചുമന്നു കയറ്റേണ്ട സാഹചര്യം. സംഭവത്തിൽ പരാതിയും പ്രതിഷേധവും ശക്തമായതോടെ ലിഫ്റ്റിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തുന്നവരെ വിളിച്ചു വരുത്തി തകരാർ പരിഹരിച്ചു. മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ നിന്നും വെള്ളം പെരിയാറിലേക്ക് ഒഴുക്കുന്നത് തുടരുന്നു. സ്പിൽവേ ഷട്ടറിലൂടെ വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നുണ്ടെങ്കിലും ജലനിരപ്പ് 136 അടിക്ക് മുകളിൽ. മഴ കുറഞ്ഞതിനാൽ അടുത്ത ദിവസം ഷട്ടർ അടയ്ക്കാൻ സാധ്യത. മലയോര ഹൈവേയുടെ നിർമ്മാണത്തിന്റെ ഭാഗമായി എടുത്തിട്ട മണ്ണിടിഞ്ഞ് കൃഷി നശിച്ചു. കൃഷി നശിച്ചത് രാജാക്കാട് മുല്ലക്കാനത്തിന് സമീപം. കൂടുതൽ മണ്ണിടിച്ചിലിന് സാധ്യതയുള്ളതിനാൽ വീടുകളും അപകട ഭീഷണിയിൽ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.